الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ആദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, ഉമറാക്കളെ, മറ്റ് വിവിധ മഹല്ലത്തുകൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിത്വങ്ങളെ, വിദ്യാർത്ഥികളെ, ബദരിയ ശരീഅത്ത് കോളേജ് 5ാം വാർഷിക മഹാസമ്മേളനത്തോടനുബന്ധിച്ച് ഇന്നലെയും ഇന്നുമായി ഒരുപാട് സെഷനുകളിലായി വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ചകൾ, പ്രസംഗങ്ങൾ, പ്രഭാഷണങ്ങളൊക്കെ നടന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഈ മഹല്ല് നേതൃസംഗമം എന്ന് പറയുന്ന ഈ സെഷൻ. കാരണം നമ്മുടെ ബദരിയ ശരീഅത്ത് കോളേജ് കുറിച്ച് ഈ കൂടിയ ആളുകൾക്കൊക്കെ നേരെ അറിയുന്നവരും കേട്ടറിവുള്ളവരും ഒക്കെയാണ്. ഇന്നലെ അറിഞ്ഞ അറിവല്ല ഇന്ന് ബദരിയ ശരീഅത്ത് കോളേജിനെ കുറിച്ച് അറിയാനുള്ളത്. ഈ ബദരിയ ശരീഅത്ത് കോളേജ് എങ്ങനെ മുന്നോട്ട് നീങ്ങണം, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സംഘമാണ് ഇവിടെ ചേർന്നിട്ടുള്ളത്. ഈ ചേർന്ന സംഘത്തിന് ഈ ശരീഅത്ത് കോളേജ് വേണമെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാം, അല്ല സാധിക്കൂലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അങ്ങനെയും പിരിയാം. അതിനൊക്കെ അർഹതയുള്ള മഹൽ വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. 2010 മെയ് മാസം 3-ാം തീയതിയാണ് ഈ മഹത്തായ സ്ഥാപനം നമ്മുടെ മർഹൂം PP ഉസ്താദിന്റെ നേതൃത്വത്തിൽ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ആ മഹനീയ കരങ്ങളെ കൊണ്ട് തറക്കല്ലിട്ട് ഉദ്ഘാടനം നടന്നു. 2 വർഷം മുമ്പ് നമ്മൾ കോളേജ് കെട്ടിടത്തിന്റെ ഒരു നില ഉദ്ഘാടനം ചെയ്തു. അൽഹംദുലില്ലാഹ് ഇന്ന് അതിന്റെ 2ാം ബ്ലോക്ക് ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തന്നെ ഉദ്ഘാടനം ചെയ്യുന്നു. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ടായില്ല നമ്മൾ 1ാം ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഇവിടെ 60-ൽ താഴെ കുട്ടികളായിരുന്നു ഇവിടെ പഠിച്ചിരുന്നത്. അങ്ങനെ 2ാം ബ്ലോക്ക് ഇന്ന് നിർവഹിക്കപ്പെടുന്നു. ഈ സമയത്ത് ഫലത്തില് 160ഓളം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവ ഈ 160ഓളം വിദ്യാർത്ഥികൾക്കുള്ള സൗകര്യങ്ങളും അവർക്ക് നൽകപ്പെടേണ്ട മറ്റ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചാൽ അതിന്റെ വലുപ്പം നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇങ്ങനെ ഒരു മഹത്തായ സ്ഥാപനം തുടങ്ങി ഇതുപോലെ പന്തലിച്ച് വളർന്നത് അത് അല്ലാഹു തആലാന്റെ വലിയൊരു അനുഗ്രഹം കൊണ്ടാണ്. പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലം ഇത് വളരെ പുണ്യമാക്കപ്പെട്ടൊരു സ്ഥലമായതുകൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ചില സ്ഥലങ്ങൾക്ക് അങ്ങനെ പരിശുദ്ധ ദീനിൽ ചില പ്രമാണങ്ങൾ, ചില സ്ഥാനങ്ങളൊക്കെ നൽകപ്പെട്ടിട്ടുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്തപ്പോൾ നബിയുടെ മദീനത്തെത്തി നബിയുടെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത്
ആ സ്ഥലം വളരെ പിൽക്കാലത്ത് പുകഴ്ത്തപ്പെടുകയും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ഥലത്തെ പുകഴ്ത്തിക്കൊണ്ട് എന്റെ ശ്രേഷ്ഠതയെ വാഴ്ത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസ് വചനങ്ങളും നടത്തിയിട്ടുണ്ട്. അതുപോലെ അല്ലാഹു തആലാന്റെ മഹാന്മാരായ പല പണ്ഡിതന്മാരും വന്ന് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട്, അല്ലാഹു തആലാന്റെ മഹാന്മാരെ മുൻനിർത്തിക്കൊണ്ട് ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും പ്രസംഗങ്ങളും നടത്തി അള്ളാഹുവിനോട് വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം ചോദിച്ച് വാങ്ങിയ ഒരു മഹത്തായ സ്ഥലമാണ് ഈ ബദരിയ ശരീഅത്ത് കോളേജും ഈ പള്ളിയും നിലനിൽക്കുന്ന സ്ഥലം. അതിന്റെ 50-ാം വാർഷികം നമ്മൾ നേരത്തെ ഒരു മാസം മുമ്പ് ഇവിടെ ആഘോഷിക്കുകയുണ്ടായി. ഏതിന്റെ ആ ദുആ സമ്മേളനത്തിന്റെ ആ ആത്മീയ സദസ്സിന്റെ 50-ാം വർഷം. അങ്ങനെ അല്ലാഹു തആലാന്റെ ഒരു മഹത്തായ ഒരു പുണ്യം സംഭരിക്കപ്പെട്ട ഒരു ഭൂമിയാണ് ഈ ഭൂമി. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ തുടങ്ങിയ ഈ മഹത്തായ ദീനീ സ്ഥാപനം ഇത്രയും ഉയരാനുള്ള കാരണം. ഒരുപാട് ജൂനിയർ സ്ഥാപനങ്ങൾ, 57 ജൂനിയർ സ്ഥാപനമുണ്ട് പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിന്റെ കീഴിൽ. അതിൽ പ്രഥമവും പ്രധാനവുമായ ഒരു സ്ഥാപനമാണ് ബദരിയ ശരീഅത്ത് കോളേജ്. ഒരുപാട് അഡ്മിഷനൊക്കെ പരസ്യങ്ങൾ എല്ലാ കോളേജിലും നൽകിയെങ്കിലും നമ്മൾ അറിവനുസരിച്ച് പല കോളേജുകളിലേക്കും ഉദ്ദേശിക്കുന്ന അഡ്മിഷൻ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിന്റെ മുമ്പ് ബദരിയ ശരീഅത്ത് കോളേജ്, നമ്മുടെ ഈ സ്ഥാപനം നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചതിലേറെ അഡ്മിഷൻ നമുക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ അത് ഒരു കോളേജിന്റെ പ്രത്യേകതയാണ്. സർവശക്തനായ നാഥൻ ഈ കോളേജിനെ കബൂൽ ചെയ്തിട്ടുണ്ട് എന്നതിന്റെ ഒരു സൂചനയാണത്. അതുകൊണ്ട് നമ്മുടെ സമൂഹം അത് ഏറ്റെടുത്തുകൊണ്ട് അത് നടത്തൽ, വളരെ ഭംഗിയായി നടത്തൽ നമുക്കൊക്കെ അനിവാര്യമാണ്. ഇവിടെ പഠിക്കുന്ന കുട്ടികള് നമ്മളെ കുട്ടികളാണ്, നമ്മളെ വീട്ടിലുള്ള നമ്മുടെ സന്താനങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങളൊരു മക്കളെപ്പോലെയാണ് കരുതുന്നത്. ഞാൻ നിങ്ങൾക്ക് മക്കളാണ്, വാപ്പായുടെ സ്ഥാനത്താണ്. ഞാൻ നിങ്ങൾക്ക് പിതാവ് ഉമ്മായുടെ സ്ഥാനത്താണ്. അങ്ങനെ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരിശുദ്ധ ദീൻ ഇവിടെ കൈമാറിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇതൊക്കെ നമ്മുടെ വിദ്യാർത്ഥികളാണ്. എന്റെ പെരിയിലുള്ള മകനെ പോലെയാണ്. ഇവർ വിഷമിക്കാൻ പാടില്ല, ഇവർ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടാൻ പാടില്ല, ഇവർ താമസത്തിന് ബുദ്ധിമുട്ടാൻ പാടില്ല, മറ്റ് സൗകര്യങ്ങൾക്ക് ഇവരെ ബുദ്ധിമുട്ടാൻ പാടില്ല. എന്റെ വീട്ടിലുള്ള എന്റെ മകനെപ്പോലെ, എന്റെ മകളെപ്പോലെ, എന്റെ ഭാര്യയെപ്പോലെ, എന്റെ മറ്റ് ബന്ധുക്കളെപ്പോലെ എന്റെ ബദരിയ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളും യാതൊരു നിലക്കും ബുദ്ധിമുട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളൊക്കെ ഈ കോളേജിനെ ഏറ്റെടുത്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ആ ഒരു മനസ്ഥിതിയാണ് നമുക്ക് ആദ്യമായിട്ട് വരേണ്ടത്. ഇത് എന്റെ സ്ഥാപനമാണ്. പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിലുള്ള, ഈ വേങ്ങര മണ്ഡലത്തിലുള്ള മുഴുവൻ സുഹൃത്തുക്കളും, ഇത് എന്റെ സ്ഥാപനമാണ്. ബദരിയ ശരീഅത്ത് കോളേജ് അത് എന്റെ സ്ഥാപനമാണ്, നമ്മുടെ സ്ഥാപനമാണ്. അവിടത്തേക്ക് നമ്മൾ ബന്ധപ്പെടണം. നമ്മുടെ വീട്ടിൽ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ ബദരിയ ശരീഅത്തിൽ വന്ന് പ്രാർത്ഥിക്കണം. ബദരിയ ശരീഅത്തിലുള്ള വിദ്യാർത്ഥികളെ കൊണ്ടൊന്ന് പ്രാർത്ഥിക്കണം. എന്നാൽ ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ തൗഫീഖോടുകൂടി വളരെ ആത്മാർത്ഥമായി നിഷ്കപടരായ സന്താനങ്ങൾ, നിഷ്കളങ്കരായ വിദ്യാർത്ഥികൾ അള്ളാഹുവിനോട് മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു തആല ഒരിക്കലും അത് തട്ടുകയില്ല. കാരണം ഹഫ്ഫത്തുഹുമുൽ മലായിക,
അല്ലാഹു തആലയുടെ മലക്കുകൾ വലയം ചെയ്ത ഒരു സമൂഹമാണ് ഇൽമിനെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ഈ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ബദരിയ ശരീഅത്ത് കോളേജിനെ സമീപിച്ചുകൊണ്ട് അവിടെയുള്ള ഈ 160ഓളം വരുന്ന വിദ്യാർത്ഥികളെ കൊണ്ട് ഒന്ന് പ്രാർത്ഥന നടത്തിയാൽ നമുക്കുള്ള കാര്യങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ നമുക്ക് തീർക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയതുപോലെ ഇവിടെ പഠിക്കുന്നവരൊക്കെ ഞങ്ങളെ സന്താനങ്ങളാണ്. ഇവിടെ പഠിക്കുന്നത് പുറത്തുള്ള കുട്ടികളല്ല, എന്റെ കുട്ടിയെപ്പോലെയാണ്, എന്റെ മകനെപ്പോലെയാണ്. അവൻ വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ ഈ ബദരിയ ശരീഅത്ത് കോളേജിലെ വിദ്യാർത്ഥികൾ വസ്ത്രം ധരിച്ചോളണം. അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഈ ബദരിയ ശരീഅത്ത് കോളേജിലെ വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിക്കണം. അവർ താമസിക്കുന്നുണ്ടെങ്കിൽ ഈ ബദരിയ ശരീഅത്ത് കോളേജിലുള്ള കുട്ടികളും താമസിച്ചോളണം. ഇതൊരു ബാധ്യതയാണ്. ഇതൊരു ബാധ്യതയായി ഏറ്റെടുക്കൽ നമുക്ക് നിർബന്ധമാണ്. ആ ഒരു ഉത്തരവാദിത്തത്തോടു കൂടി നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഈ ഒരു സ്ഥാപനം നമുക്ക് വളരെയധികം പന്തലിച്ച് വളർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പം കഴിഞ്ഞ വർഷം ഈ ബദരിയ ശരീഅത്ത് കോളേജിനെ ഏകദേശം ഒരു മാസത്തില് 2 ലക്ഷം ഉറുപ്പികയായിരുന്നു ചെലവ് വന്നിരുന്നത്. അത് 104 വിദ്യാർത്ഥികളുടെ സമയത്താണ് ഈ 2 ലക്ഷം ഉറുപ്പിക ചെയ്തിട്ടുണ്ട്. അപ്പോഴുള്ള ചെലവ് എത്രയാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ എല്ലാവർക്കും കണക്കൂട്ടിയാൽ അറിയാലോ. 104 കുട്ടികളുടെ സമയത്ത് 2 ലക്ഷം വരുന്ന സ്ഥാനത്ത് 60 കുട്ടികൾ കൂടി കൂടിയിട്ടുണ്ട്. അപ്പൊ അവർക്കുള്ള ഭക്ഷണത്തിന്റെ മറ്റ് ചെലവുകളാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ബോധം നമ്മുടെ ഒക്കെ മനസ്സിൽ വേണം. നമ്മളെല്ലാവരും കൂടി തുടങ്ങിയതാണ് ഈ സ്ഥാപനം. ബഹുമാനപ്പെട്ട ആദരണീയനായ മർഹൂം പീപ്പിൾ ഉസ്താദ് അല്ലാഹു തആല എല്ലാവിധ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യുമാറാവട്ടെ. ഉഖറവിയായ ലോകത്ത് ഉന്നതരുടെ സ്ഥാനത്ത് അല്ലാഹു തആല അദ്ദേഹത്തെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അവരാണിത് തുടങ്ങിയതെങ്കിലും ഇത് നമ്മളെല്ലാവരും കൂടി തുടങ്ങിയതാണ്. ഇത് നമ്മളെല്ലാവരുടെയും സ്ഥാപനമാണ്. നമുക്കൊക്കെ ബാധ്യതയാണ്. നമ്മളെ മക്കളെ പഠിപ്പിക്കാനുള്ള ഒരു അധിക ആളുകൾക്കും ഒരു ഭാഗ്യം അല്ലാഹു തആല നൽകിയില്ല. നമ്മളെ മക്കളെ നമ്മൾ ഇതുപോലെ പഠിപ്പിക്കേണ്ടതാണ്. അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമം. പക്ഷെ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്തില്ല, പല പ്രയാസങ്ങളെ കൊണ്ട് നമുക്ക് സാധിച്ചില്ല. എന്നാൽ പിന്നെ നമുക്കുള്ളത് നമ്മളെ 4ാമത്തെ വകുപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ മുഹിബ്ബായിക്കോന്ന ദീനിനെ സ്നേഹിക്കുകയും അതിന് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് അതിനെ നീ ഏറ്റെടുത്തോ. വലാത്തക്കുൻ ഖാമിസ, 5ാമത്തെ വിഭാഗത്തിൽ നീ പെട്ടുപോകരുതെന്ന് ശഫീഉനാ റസൂലുള്ളാഹി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച അധ്യായനമാണിത്. ഈ അധ്യാപനത്തിലൂടെ നമുക്ക് ഒരു ഫറള് കിഫയാണിത്. ഇതാരെങ്കിലും ഒരു കൂട്ടരെ ഇത് ചെയ്തോളണം. സമൂഹത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ബാധ്യതയാണ്. എന്നാൽ ആരെങ്കിലും ഒരു കൂട്ടരെ ഇത് ഏറ്റെടുത്താൽ എല്ലാവരും എന്തെയും അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് പ്രതിഫലം നൽകപ്പെടും. അല്ലെങ്കിൽ എല്ലാവരും ഇതിൽ ഭാഗവാക്കായി ചെലവഴിക്കണം. ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ഇവിടെ കേട്ടു, അല്ലാഹു തആല ദുനിയാവിൽ ചെലവഴിക്കപ്പെടുന്ന നാണയത്തുണ്ടുകളിൽ നിന്ന് ഏറ്റവും അല്ലാഹു സ്വീകരിക്കപ്പെടുന്നത് സ്ഥാനമുള്ളത് അല്ലാഹു തആലാന്റെ ഇൽമിനിക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുന്നതാണ്. ഒരുപാട് ദാനധർമ്മങ്ങളൊക്കെ നമ്മൾ നൽകുന്നുണ്ട്, പക്ഷെ ഇത് അതുപോലല്ല. ഇത് നമ്മൾ ഏറ്റെടുത്തേ പറ്റൂ. നമ്മൾ ഏറ്റെടുത്ത് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ മുഖ്യ രക്ഷാധികാരിയായി തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ ബദരിയ ശരീഅത്ത് കോളേജിന്റെ കമ്മിറ്റി ഒന്ന് വിപുലീകരിച്ചുകൊണ്ട് മണ്ഡലം അടിസ്ഥാനത്തിലും മണ്ഡലത്തിൽ നിന്ന് പുറത്തുള്ള ആളുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു വർക്കിംഗ് കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് എല്ലാവരും ഇതിൽ പങ്കാളികളാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. തങ്ങൾക്കൊക്കെ നേരത്തെ തന്നെ അറിയാം ഈ സ്ഥാപനം ഇനിയും ഒരുപാട് മുന്നോട്ട് പോകും.
ഈ സ്ഥാപനത്തിലേക്ക് ഒരുപാട് ബാധിച്ച ചെലവുകൾ വരും. കാരണം വിദ്യാർത്ഥികൾ കൂടുന്തോറും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇത് ഈ ചെറിയ ഒരു ഏരിയയിൽ മാത്രം നിലകൊണ്ടാൽ പോരാ, ഇതിനെ ഈ മണ്ഡലത്തിലുള്ളവരും എല്ലാത്ത മുഴുവൻ ആളുകളും ഇതിനെ ഏറ്റെടുത്ത് ഇതിൽ പങ്കാളികളാകണമെന്ന് നേരത്തെ തന്നെ വളരെ ദീർഘദൃഷ്ടിയോടുകൂടി ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ മനസ്സിലാക്കിയത് കൊണ്ടാണ് തങ്ങൾ വിളിച്ചുകൊണ്ട് മണ്ഡലത്തിലുള്ള മുഴുവൻ ഉമറാക്കളെയും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി മണ്ഡലത്തിന്റെ പുറത്തുനിന്ന് 10% ആളുകളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കമ്മിറ്റി പുരീകരിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി, മാനേജിംഗ് കമ്മിറ്റിയാണ് ഈ കമ്മിറ്റി ഈ സ്ഥാപനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ ഇതിൽ ഭാഗവാക്കായിരിക്കണം. നമ്മൾ കൊടുക്കാൻ കഴിയുന്നവരെ ഇതിന് വേണ്ടതുപോലെ കൊടുക്കണം, അകമഴിഞ്ഞ് കൊടുക്കണം. ഇതിലേറെ അല്ലാഹു തആലാന്റെ ഭൂമിയിലെ ശ്രേഷ്ഠമുള്ള ഒരു ദാനധർമ്മം ഉണ്ടാവുകയില്ല. കൊടുക്കാൻ സാധിക്കാത്തവരെ, സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കാത്തവരെ ഇതിനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇതിനെ ഏറ്റെടുത്തുകൊണ്ട് അവർ ഇതിന്റെ പ്രവർത്തകരായി മാറി അവരെ മറ്റുള്ളവരിൽ നിന്ന് സഹായം ഏറ്റെടുത്തുകൊണ്ട് ഇതിനെ സഹായിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് ഉള്ളവരിൽ നിന്ന് തിരിച്ചെടുത്തുകൊണ്ട് ഇല്ലാത്തവരെ സഹായിക്കുകയും ഇല്ലാത്തവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് പ്രവാചകരെ, അതുകൊണ്ട് മുഹമ്മദ് നബിയെ, നിങ്ങൾ അല്ലാഹു തആല ലാ തഖ്ദീഖല്ലാ, നിങ്ങൾ അല്ലാഹു തആല പരാജയപ്പെടുത്തുകയില്ല എന്ന് ഹിറയിൽ നിന്ന് ഭയവിഹലനായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഖദീജ ബീവി ഒരു പുരോഹിതന്റെ മുന്നിലേക്ക് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചെന്നപ്പോൾ ആ പുരോഹിതൻ പറഞ്ഞതാണ്, നിങ്ങൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു. എങ്ങനെ നടത്തിയിരുന്നു? പ്രധാനപ്പെട്ട ഒരു 3-4 പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞു. അതിൽപ്പെട്ടതാണ് ഉള്ളവരിൽ നിന്ന് പിരിവെടുത്തുകൊണ്ട് ഇല്ലാത്തവരെ തങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല തങ്ങളെ ഒരിക്കലും പരാജയപ്പെടുത്തുന്നതല്ല. ഏത് ഇവിടെ പരിശുദ്ധ ഇസ്ലാമിന്റെ കലിമത്ത് തൗഹീദ്, ഇവിടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ ദൗത്യം എത്തുന്നതിന് മുമ്പ് പ്രവാചകൻ ചെയ്തിരുന്ന സൽപ്രവർത്തനങ്ങളായിരുന്നു അത്. അപ്പൊ ആ പ്രവർത്തനത്തിന്റെ ഒരു വണ്ണവും വലുപ്പവും എത്രയാണ്, അല്ലാഹുവിന്റെ അടുക്കൽ അതിന്റെ സ്ഥാനം എത്രയാണ്, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടത്. അതുകൊണ്ട് ഉള്ളവര് മുഴുവൻ നല്ല നിലക്ക് വേണ്ടതുപോലെ സഹായിക്കുക. ഇല്ലാത്തവര് മാനസികമായും ശാരീരികമായും ഈ സ്ഥാപനത്തെ ഏറ്റെടുത്തുകൊണ്ട് അതിന് വേണ്ടതൊക്കെ ചെയ്ത് ഇതിന്റെ പ്രവർത്തകരായി മാറുക. ഒരു നല്ല വാക്ക് പറയുകയാണെങ്കിൽ അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു കഅബത്തിന്റെ അരികത്ത് വെച്ച് സഹാബത്തിനെയും അവിടുത്തെ സമൂഹങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പറഞ്ഞു, ആരെങ്കിലും ഒരു ഖൈർ പറഞ്ഞാൽ നീ അതിനെ ഏറ്റെടുത്തോ, അത് ഖൈറാണെന്ന് നീ പറഞ്ഞോ, നീ അതിനെ ഏറ്റെടുത്ത് സമൂഹത്തിന്റെ രീതിയിൽ അതിനെ പ്രചരിപ്പിച്ചോ. അല്ല, ഒരു ഖൈർ പറഞ്ഞിട്ട് നിനക്ക് ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ നീ അത് ഏറ്റെടുക്കുന്നില്ല, എന്നാൽ ഉസ്കുത്തെ, നീ മിണ്ടാതിരുന്നോ, എന്തിനാപ്പത് എന്ന് നീ പറയണ്ട, എന്തിനാപ്പത്, ഇങ്ങനൊക്കെ എന്തിനാ സ്ഥാപനം എന്ന് നീ പറഞ്ഞു പോകരുത്. അല്ലാഹു തആല ശപിക്കപ്പെടുന്ന വാക്കാണ് എന്ന് അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ അനുയായികളെ വിളിച്ചുകൊണ്ട് കഅബത്ത് മുൻനിർത്തിക്കൊണ്ട് സംസാരിക്കുകയുണ്ടായി. അതുകൊണ്ട് എപ്പോഴും ഇതിന് നല്ല കലിമത്തും തയ്യിബയെ സംസാരിക്കാവൂ. ബദരിയ സ്ഥാപനം അത് വളരേണ്ടതാണ്. വല്ലാത്തൊരു ദീനീ സ്ഥാപനം, അവിടുത്തെ സന്താനങ്ങളെ കണ്ടാൽ വല്ലാത്തൊരു എന്ന് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഇതിന്റെ മദ്ഹുകൾ പാടിക്കൊണ്ട് ഇതിന്റെ ഗുണകാംക്ഷികളായി നമ്മൾ മാറണം. സർവശക്തനായ നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് നിങ്ങളൊക്കെ ഒരു നിലയ്ക്കല്ലെങ്കിൽ ഒരു നിലയ്ക്ക് ഇവിടുത്തെ മാനേജ്മെന്റിന് സമീപിക്കേണ്ടി വരും. നിങ്ങൾക്ക് സമീപിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, വേണ്ട വിധത്തിൽ നമുക്ക് ഓരോ മഹല്ലത്തുമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ താലൂക്ക് തലത്തിലുള്ള തിരൂരങ്ങാടി താലൂക്ക് തലത്തിലുള്ള മുഴുവൻ മഹല്ലുമായിട്ടും ബന്ധപ്പെട്ട് ഇതിന്റെ പ്രവർത്തകനാക്കി മാറ്റണം അവിടെയുള്ള പ്രധാനപ്പെട്ട ആളുകളെ. എല്ലാം ഇത് നമ്മുടെ താലൂക്കിന്റെ ഒരു വലിയൊരു സ്ഥാപനമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. ഇത് വളരുകയാണ്. ഇനി ഈ കൊല്ലം നമുക്ക് സൗകര്യങ്ങളില്ലാത്തത് കൊണ്ടാണ് നമ്മളിവിടെ സെക്കൻഡറിയും ഹയർ സെക്കൻഡറിയും 2 ബാച്ചാണുള്ളത്. പക്ഷേ നമ്മൾ ഒരു ബാച്ചിക്ക് കുട്ടികളെ നമ്മൾ ക്ഷണിച്ചിട്ടുള്ളൂ, ഒരു ബാച്ചിക്ക് നമ്മൾ കുട്ടികളെ എടുക്കുന്നുള്ളൂ, നമ്മൾ സെക്കൻഡറി ബാച്ചിക്ക് നമ്മൾ എടുക്കുന്നുള്ളൂ. നേരെ മറിച്ച് ഹയർ സെക്കൻഡറിക്ക് എടുക്കുകയാണെങ്കിൽ 2 ബാച്ച് 100-ൽ പരം കുട്ടികളെ നമ്മൾ എടുക്കേണ്ടി വരും. നമുക്ക് ഒരിക്കലും സാധ്യമല്ല.
അതുകൊണ്ട് നമുക്ക് 2 ബാച്ചും എടുത്തുകൊണ്ട് ഈ കോളേജിനെ നമുക്ക് ഇനിയും ഒരുപാട് അഭിവൃദ്ധിപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ഒത്തുപിടിച്ച്, നമ്മളൊക്കെ ഒന്ന് സൗഹാർദ്ദത്തോടുകൂടി, നല്ല മനസ്സോടുകൂടി, ഇത് എന്റെ സ്ഥാപനമാണ്, എന്റെ കുട്ടികളാണ് എന്നുള്ള ആ മനസ്സോടുകൂടി നമ്മൾ മുന്നോട്ട് പോയാൽ ഈ സ്ഥാപനം ഇത് ഈ താലൂക്കിൽ തന്നെ വലിയൊരു സ്ഥാപനമാക്കി ഇൽമിന്റെ കേദാരമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതോടൊപ്പം ഇവിടെ ഇപ്പൊ ഈ എടുത്ത കുട്ടികൾക്ക് തന്നെ താമസിക്കാറ് ഇപ്പൊ ഇന്നൊരു ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യും. ഈ ബ്ലോക്ക് നമുക്ക് ക്ലാസ് തുടങ്ങാൻ സൗകര്യമാണ്. എന്നാൽ 8 ക്ലാസ് ഇവിടെ നടക്കും. ഈ ബ്ലോക്കിൽ 2 അടിയിലും മേലും കൂടിയായിട്ട് 8 ക്ലാസ് നടക്കും. സൗകര്യമാണ്. അതേസമയത്ത് ഇവിടെ ഇപ്പൊ വിദ്യാർത്ഥികൾ താമസിക്കുന്നത് പള്ളിയുടെ 2 നിലയിലാണ്. ഇനി നമുക്ക് താമസിക്കാൻ സ്ഥലം വേണം. അതുപോലെ ഈ കുട്ടികൾക്ക് ഇരുന്ന് ഒരു 35-40 വിദ്യാർത്ഥികൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. അതാണ് ഇനി 160ഓളം വരുന്ന വിദ്യാർത്ഥികൾ ഇരുന്ന് ഭക്ഷണം കഴിക്കണം അവിടെ. അപ്പൊ അതിന് നല്ല സൗകര്യമുള്ള ക്യാന്റീൻ വേണം. അപ്പൊ നമുക്ക് ഇതിന്റെ 3-ാം ബ്ലോക്കിന്റെ പണി വളരെ പെട്ടെന്നാണ് നമുക്ക് തീർക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഈ ഒരു ബിൽഡിങ്ങിന്റെ പണിയും കൂടി തീർന്നാലേ നമുക്ക് അടങ്ങിയിരിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. അത് നമ്മുടെ വീടിന്റെ പണികൾ തീർക്കും പോലെ എല്ലാവരും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് തീർക്കാൻ കഴിയും. അങ്ങനെ സഹകരിക്കൽ നമ്മുടെ വലിയ ബാധ്യതയാണ്. അതുകൊണ്ട് എല്ലാവരും, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഓർമ്മ, എന്റെ കുട്ടി അവിടെ പഠിക്കുന്നുണ്ട്, നമ്മളെ കുട്ടിയല്ലെങ്കിലും എന്റെ മകൻ അവിടെ പഠിക്കുന്നുണ്ട്. ആ സ്ഥാപനം ഉയരണം. ഇത് എന്റെ മകനാണ്. ഈ 160 കുട്ടികളും നമ്മുടെ മക്കളാണ്. ഈ ഒരു ബോധത്തോടുകൂടി നമ്മളിത് ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമുക്ക് കുറെ പൈസ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, കുറെ സാമ്പത്തികം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഇത് കൊടുക്കാനും ദീനിന് വേണ്ടി ചെലവഴിക്കാനും അള്ളാഹുവിൽ നിന്ന് സ്വർഗം സമ്പാദിക്കാനുള്ള ഒരു വലിയൊരു മനസ്ഥിതി അള്ളാഹു തആല നമുക്ക് നൽകണം. എന്നാൽ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഒരുപാട് സമ്പന്നര് നമ്മളെ ഈ ഏരിയയിലുണ്ട്. ഈ ഒരു കോളേജ് ഇത് ഒരാൾക്ക് തന്നെ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരുപാട് സമ്പന്നരുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഇതിലേക്കൊരു അലിവ് സർവശക്തനായ നാഥൻ നൽകട്ടെ. അവൻ നൽകുകയാണെങ്കിൽ ഇത് വളരെ പ്രയാസം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എന്നാൽ ഒരാൾ തന്നെ എടുക്കണോ? ആവശ്യമില്ല. നമ്മളെല്ലാവരും കൂടി കഴിവിന്റെ പരമാവധി എടുത്താൽ നമുക്ക് ആരും പ്രയാസപ്പെടാതെ നമ്മുടെ ഈ സ്ഥാപനത്തെ നമ്മൾ ഉദ്ദേശിച്ചതിലേറെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഞാൻ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് തീർക്കേണ്ടതാണ് ഇതിന്റെ 3-ാം ബ്ലോക്കിന്റെ പണി. വളരെ പെട്ടെന്നായാൽ ഏറ്റവും ഫസ്റ്റായിട്ട് കഴിയുമെങ്കിൽ ഈ 23-ാം തീയതി ആവുമ്പോഴത്തേന് തീർക്കണം. പക്ഷെ അത് നമുക്ക് കഴിയില്ല. എന്നാൽ നോമ്പ് കഴിയുമ്പോഴത്തേനെ നമുക്ക് ഈ 3-ാം ബ്ലോക്ക് തീർക്കണം. വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി നടന്ന് നമ്മൾ തീർക്കണം. ഉന്നതരായ ആളുകളൊക്കെ അതിലേക്ക് മുഴുവൻ സംഭാവന ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ 2, 3, 5 ലക്ഷം കടം തന്നുകൊണ്ട് സഹായിക്കണം. കടം വാങ്ങിയവർക്ക് തീർച്ചയായിട്ടും അത് തിരിച്ചു നൽകുന്നതാണ്. എന്നിട്ടെങ്കിലും നമുക്ക് നോമ്പ് കഴിഞ്ഞ് തുറക്കുമ്പോഴേക്ക് ഈ 3-ാം ബ്ലോക്കിന്റെ പണി നമുക്ക് തീർക്കണം. വളരെ നിർബന്ധമാണ്. 23-ന് പുതിയ അഡ്മിഷൻ എടുത്ത കുട്ടികൾ ഇവിടെ വരും. ഈ മെയ് 23-ന് ആയിക്കോട്ടെ, നോമ്പിന് വരെ പൂട്ടുന്നത് വരെ ഏതെങ്കിലും നിലയ്ക്ക് അവർ നമുക്ക് മുന്നോട്ട് പോകാം. നോമ്പ് കഴിഞ്ഞ് 1 മാസത്തെ ലീവ് കഴിഞ്ഞ് വരുമ്പോൾ സൗകര്യത്തിന് നമുക്കത് എന്ത് ചെയ്യണം? മുന്നോട്ട് ഈ ബ്ലോക്കിന്റെ പണി തീർക്കണം. അതിന് സംഭാവനയായിട്ട് ചെയ്യാന് എല്ലാം മുഴുവൻ ചെയ്തില്ലെങ്കിൽ സമ്പത്തുള്ളവര് കടം കൊടുത്തുകൊണ്ട് അള്ളാഹുവിനെ സഹായിക്കണം. അള്ളാഹുവിന്റെ നേരെ ഖുർആനാത്ത അർത്ഥം അതാണ്. വമൻ യുക്രിമുല്ലാഹ ഖർദൻ ഹസന. എനിക്ക് കടം തന്നിട്ട് ആരാ എന്നെ സഹായിക്കുക? ആരാണ് എനിക്ക് കടം തരാനുള്ളവര്? ഉണ്ടെങ്കിൽ മുന്നോട്ട് വാ, അവനക്ക് സ്വർഗമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. എന്താ അള്ളാഹ്ക്ക് ഇപ്പൊ കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ? അള്ളാഹ്ക്ക് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സമ്പത്തെടുത്ത് അള്ളാഹു തആലാന്റെ ദീൻ ഉയർത്തുക, അള്ളാഹു തആലാന്റെ ദീനിനെ സഹായിക്കുക. അതിന് തയ്യാറുള്ളവൻ ഇങ്ങോട്ട് വാ, എന്നാൽ അവനക്ക് ഞാൻ എന്തുണ്ട്? ജന്നാത്തിൻ തജ്രി, ആ സ്വർഗം കൊണ്ട് ഞാൻ അവനോട് സന്തോഷവാർത്ത അറിയിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. അത് സമ്പാദിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. ഇനിയും ഒരുപാട് ആളുകൾ
നമ്മുടെ പരിപാടിയിൽ പ്രസംഗിക്കാനുണ്ട്. ഞാൻ സ്വാഗത പ്രസംഗമാണ് നടത്തുന്നത്. ഈ കാര്യങ്ങളൊക്കെ കോളേജിന്റെ ഇപ്പോഴത്തെ അവസ്ഥകൾ ഒക്കെ ഒന്ന് ചെറുങ്ങനെ വിശദീകരിച്ചു. വളരെ നല്ല നിലവാരം പുലർത്തുന്ന സ്ഥാപനമാണ് നമ്മുടെ ഈ ജാമിയ ബദരിയ. കാരണം ഇപ്പൊ കഴിഞ്ഞ ഇതുവരെ നടന്ന SLC പരീക്ഷകളിലും അതുപോലെ ശരീഅത്ത് പരീക്ഷകളിലും അതുപോലെ +2 പരീക്ഷയിലുമൊക്കെ 100% വിജയം കൈവരിച്ച സ്ഥാപനമാണ് നമ്മുടെ ഈ ബദരിയ ശരീഅത്ത് കോളേജ്. ഉന്നതരായ നിലവാരമുള്ള ഉസ്താദന്മാര്, 2 വിദ്യാഭ്യാസമുള്ള 3-4 ഹുതബികള്, 2-3 വാഫികള്, 2-3 ഫൈസിമാര്, ബാക്കവി, ഈ ഒരു ഉന്നത സംഘമാണ് ഇതിന് ഗുരുക്കളായി നേതൃത്വം നൽകുന്നത്. അതിന് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങള്, MM കുട്ടി മൗലവി, OK കുഞ്ഞിമാൻ മുസ്ലിയാര് തുടങ്ങിയവര്, അതുപോലെ നമ്മുടെ KP അബ്ദുൽ ഹാജി ഖജാൻജി, PP ഹസൻ വർക്കിംഗ് സെക്രട്ടറി തുടങ്ങിയ ഒരു വലിയൊരു സംഘം, ഒരു മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കീഴിലാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവിധ നേതൃത്വങ്ങളും ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നൽകിക്കൊണ്ടാണ്, തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സ്ഥാപനത്തിന്റെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും തങ്ങളോട് പോയി പറയും, തങ്ങൾ ഇന്നത് ചെയ്തോളെന്ന് പറയും. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതെല്ലാം വളരെ നമുക്ക് സന്തോഷകരമുള്ള കാര്യങ്ങളാണ്. ചുരുക്കത്തിൽ ഇതിന്റെ വിവരങ്ങളൊന്ന് വിശദീകരിച്ചു എന്ന് മാത്രം. അതുപോലെ ശരീഅത്ത് വിഷയത്തിലും വളരെ നല്ല നിലവാരം പുലർത്തുന്നു. പട്ടിക്കാട് ജാമിയ നൂരിയോട് അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് ദർസി കിതാബുകൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ആണ് ഭൗതിക വിദ്യാഭ്യാസം വളരെ നല്ല നിലയ്ക്ക് സമന്വയിപ്പിച്ചുകൊണ്ടാണെങ്കിലും മറ്റുള്ള സ്ഥാപനങ്ങളെക്കാൾ കൂടുതൽ ദർസി കിതാബുകൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ ശരീഅത്ത് പഠനം നടത്തുന്നത്. ആ ഒരു പ്രത്യേകതയും കൂടി ജാമിയ ജൂനിയർ സ്ഥാപനങ്ങൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ മികച്ച ഒരു സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകുന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് ഇത് നിങ്ങളൊക്കെ ഏറ്റെടുക്കണം എന്ന് പ്രത്യേകം വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ഓരോ മാസങ്ങളും വരുമ്പോഴേ, ഓരോ ദിവസങ്ങളും കഴിയുമ്പോൾ ഇതിന്റെ പ്രയാസങ്ങളും ഇതിലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും കണ്ടുകൊണ്ട് അതിന്റെ വിഷമം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രയും കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്. നിങ്ങൾ 100% ഈ സ്ഥാപനത്തെ ഏറ്റെടുക്കണം. നാളെ അല്ലാഹു തആല നിങ്ങളെ ഏറ്റെടുക്കും, അതിൽ യാതൊരു സംശയമില്ല. അല്ലാഹു തആല നിങ്ങളെയും ഈ സ്ഥാപനത്തെയും നമ്മളൊക്കെ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ സംഗമത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ OK മൂസാൻകുട്ടി മുസ്ലിയാരായിരുന്നു. ബഹുമാനപ്പെട്ടവര് എന്ത് എമർജൻസി സമാപന സമ്മേളനത്തിലെത്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മഹല്ല് സംഗമമായതുകൊണ്ട് അതിന് വളരെ അനുയോജ്യമായ ഒരു നേതൃത്വം ഇവിടെയുണ്ട്. ബഹുമാനപ്പെട്ട ജില്ലാ SMFന്റെ ജനറൽ സെക്രട്ടറി, നമ്മുടെയൊക്കെ സുപരിചിതനായ ഒരു ഉമറ കൂട്ടത്തിൽ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, നമുക്കൊപ്പം എല്ലാ രംഗങ്ങളിലും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലുമുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ചെമ്മുക്കം കുഞ്ഞാപ്പു ഹാജി അവറുകളാണ് ഈ സംഗമത്തിൽ അധ്യക്ഷം വഹിക്കുന്നത്. ബഹുമാനപ്പെട്ടവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റിരുന്നത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ബഹുമാനപ്പെട്ടവരെ ഏതാനും നിമിഷത്തിനകം ഇവിടെ എത്താൻ സാധ്യതയുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലെങ്കിൽ പൊതുയോഗത്തിൽ ബഹുമാനപ്പെട്ടവരെ എത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വിഷയം അവതരിപ്പിക്കുന്നത് നമ്മുടെ സുബൈർ ഹുദവി ചേകന്നൂരാണ്. ബഹുമാനപ്പെട്ട അതുപോലെ ഇവിടെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമ്മുടെ ഇന്നലെ വരേണ്ടതായിരുന്നു നമ്മുടെ ആദരണീയനായ CP സൈദലി സാഹിബ്, ചന്ദ്രിക എഡിറ്റർ. ബഹുമാനപ്പെട്ടവരെ ഇന്ന് വരാമെന്ന് പറഞ്ഞു, നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരാണ് ഈ മഹല്ല് നേതൃത്വവും. ഇന്നലെ ബഹുമാനപ്പെട്ടവർക്കുള്ള വിഷയം അനുസ്മരണ പ്രഭാഷണമായിരുന്നു.
രണ്ടും കൂടി സമ്മിശ്രമായി ഇന്ന് ബഹുമാനപ്പെട്ട CP അവറുകളെ നിർവഹിക്കുന്നതാണ്. ബഹുമാനപ്പെട്ടവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വേദിയിലെ OK സാലിഹ് ബാക്കവി മഹല്ല് ഖാസി ബഹുമാനപ്പെട്ടവരിവിടെയുണ്ട്. ബഹുമാനപ്പെട്ടവർ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കാടാമ്പോയ മൂസ ഹാജി, തോപ്പിൽ കുഞ്ഞാപ്പു ഹാജി, PM മൊയ്തീൻകുട്ടി മുസ്ലിയാർ, PK ഹൈദർ ഹാജി, KP മുഹമ്മദ് കുട്ടി മാസ്റ്റർ, PP മുഹമ്മദ് ചാപ്പനങ്ങാടി, മുക്കിൽ മൊയ്തീൻ ഹാജി, K അബ്ദുൽ ഖാദർ ഹാജി, അരീക്കം കുട്ടിയാലി ഹാജി, PA കുഞ്ഞുട്ടി ഹാജി, മല അലവി ഹാജി, C അഹമ്മദ് മാസ്റ്റർ, കാപ്പിൽ ഹംസ ഹാജി, PKC മുഹമ്മദ്, ഇവരൊക്കെ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വേദിയിൽ നമ്മുടെ ആറ്റക്കോയ തങ്ങള്, നമ്മുടെ KKS ബാപ്പുഴി തങ്ങള്, നമ്മുടെ എല്ലാമായ കോളേജിന്റെ കൂടെ മാനേജ്മെന്റിന്റെ കൂടെ എപ്പോഴുമുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട കുഞ്ഞു സാഹിബ്, അതുപോലെ ഇതിന്റെ ജനറൽ സെക്രട്ടറി, അതുപോലെ നമ്മുടെ മുക്കിൽ മൊയ്തീൻ മുസ്ലിയാര്, അതുപോലെ നമ്മുടെ സെക്രട്ടറി, നമ്മുടെ കമ്മിറ്റിയുടെ ഈ പള്ളിക്കമ്മിറ്റിയുടെയും ഒക്കെ നേതൃനിരയിൽ നിൽക്കുന്ന നമ്മുടെ വല്യാപ്പുജി, അതുപോലെ നമ്മുടെ ചെറിയദാജി, അതുപോലെ നമ്മുടെ PK മുഹമ്മദ് അലി ഹാജി, അതുപോലെ OKM ഉമ്മരി, അതുപോലെ നമ്മുടെ മുഹമ്മദ് മുസ്ലിയാർ പറപ്പൂര്, മുഹമ്മദ് ഫൈസി, അതുപോലെ നമ്മുടെ ശേഖന്നൂര് സുബൈർ ശേഖന്നൂരിന് പകരം നമ്മുടെ മുനീർ ഹുദവി വിഷയം അവതരിപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. പൊതുവിയെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവരെല്ലാവരെയും ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിലപ്പുറം ഇവിടെ കൂടിയ ഈ മഹൽ നേതൃനിരയിൽ മഹൽ വ്യക്തിത്വങ്ങള്, മഹല്ല് കാരണവന്മാര്, മഹല്ല് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി പോലത്തെ ഉന്നത സ്ഥാനം വഹിക്കുന്നവരാണ് ഇവിടെ കൂടിയുള്ള ഈ ഉമറാക്കളൊക്കെ. നിങ്ങളെല്ലാവരെയും ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ പഠിക്കുന്ന നമ്മുടെ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, മറ്റ് ഈ നാട്ടുകാര് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട അധ്യക്ഷനെ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അധ്യക്ഷന് വേണ്ടി ബഹുമാനപ്പെട്ട മഹല്ല് സ്ഥലം ഖാദി അവരുകളെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹാദരവ് നിറഞ്ഞ സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, ഉമറാക്കള്, മഹല്ല് ഭാരവാഹികളെ, നാട്ടുകാരെ, വിദ്യാർത്ഥി മിത്രങ്ങള്, ഊരുകൺ കുറ്റാളൂർ ബദരിയ ശരീഅത്ത് കോളേജിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് 2 ദിവസങ്ങളിലായി നടന്നു വരുന്ന പരിപാടിയിലാണ് നാം ഉള്ളത്. ബദരിയ ശരീഅത്ത് കോളേജിനെ ഓർക്കുമ്പോൾ, ബദരിയ ശരീഅത്ത് കോളേജിന് വേണ്ടി അവസാന സമയം വരെ കോളേജിന് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ പ്രിയങ്കരനായ PP ഉസ്താദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അദ്ദേഹത്തെ ഓർക്കാതെ, അദ്ദേഹത്തെ സ്മരിക്കാതെ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയുകയില്ല.
ബദരിയ ജീവിതത്തിന്റെ അവസാന സമയത്ത് ബദരിയ ശരീഅത്ത് കോളേജിന് വേണ്ടിയിട്ട് ആഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞത്. ഈ സമയത്ത് നാം ഇവിടെ കൂടിയിരിക്കുന്നത് മഹല്ല് നേതൃ സംഗമത്തിലാണ്. എന്റെ മുന്നിലിരിക്കുന്ന ഒരുപാട് മഹല്ല് ഭാരവാഹികൾ, മഹല്ലിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ കേരളത്തെ അപേക്ഷിച്ച് മറ്റുള്ള സ്റ്റേറ്റുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെയും അവസ്ഥ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണുള്ളത്. മുസ്ലിം പേരുണ്ട് എന്നല്ലാതെ എന്താണ് ദീനെന്നോ ഇസ്ലാമെന്നോ ഒരു വിവരമില്ലാത്ത നിസ്കരിക്കേണ്ടത് എങ്ങനെയെന്നോ നോമ്പനുഷ്ഠിക്കേണ്ടതെന്ന് എങ്ങനെയെന്നോ മറ്റ് തുടങ്ങിയ ഇസ്ലാമിലെ നിർബന്ധമായ കാര്യങ്ങൾ പോലും അറിയാതെ, അതിനുള്ള സംവിധാനങ്ങളില്ലാതെ പേരിൽ മുസ്ലിങ്ങളായ ഒരുപാട് പേരെ നമുക്ക് കേരളത്തിന് പുറത്തുപോയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിക വേഷമോ ഇസ്ലാമിക സംസ്കാരമോ ഒന്നും തന്നെ ഇല്ലാതെ പേരിന് മുസ്ലിങ്ങളായിട്ട്, അതുതന്നെ നമ്മുടെ കേരളത്തേക്കാൾ എത്രയോ അധികം മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ പോലും അവസ്ഥ അതാണ്. പക്ഷേ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഇസ്ലാമിക ചിഹ്നങ്ങളും ഇസ്ലാമിക വിദ്യകളും അറിവുകളും ഇസ്ലാമിക സംസ്കാരങ്ങളും എല്ലാം വളരെ നല്ല നിലയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത് ഒരു പരിധിവരെ, വളരെ ഒരു പരിധിവരെ കാരണമായത് നമ്മുടെ അടുത്ത മഹല്ല് നേതൃത്വങ്ങളും മഹല്ല് സംവിധാനങ്ങളുമാണ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഓരോ സ്ഥലങ്ങളിലും ഓരോ മഹല്ല് നേതൃത്വവും മഹല്ല് കമ്മിറ്റിയും ആ മഹല്ല് ജുമാ മസ്ജിദും എല്ലാം വളരെ നല്ല നിലയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള മഹല്ല് നേതൃത്വങ്ങളെ കൊണ്ടാണ് ഇത്തരം ഇസ്ലാമിക ചൈതന്യങ്ങൾ അത് കടാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കുമ്പോൾ നമ്മുടെ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ വളരെ ദയനീയമായ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മഹല്ലിനെ നേതൃത്വത്തെ ധിക്കരിച്ചുകൊണ്ടും മറ്റും ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെയും ഇസ്ലാമിന്റെ മൂല്യങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്ലാമിനെതിരെ നമ്മുടെ യുവാക്കൾ വളർന്നു വരുന്ന സമൂഹം ഇസ്ലാമിന്റെ നിയമങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് കല്യാണത്തിന്റെയും മറ്റും പേരെ കാട്ടിക്കൂട്ടുന്നത് വളരെ ദയനീയമായൊരവസ്ഥ നമുക്ക് ചുറ്റും നാം കാണുന്നതാണ്. ഇതിനെല്ലാം പരിഹാരം കാണേണ്ടത് നാം മഹല്ല് നേതൃത്വം ഒന്നിച്ചു നിന്നുകൊണ്ട് നാം ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെയായിരിക്കും. അവിടുത്തെ അനുയായികളും കാണിച്ചു തന്ന മഹത്തായ ഒരു മാതൃക നമുക്ക് മുമ്പിലുണ്ട്. നമ്മുടെ പൂർവ്വശീലികൾ കാണിച്ചു തന്ന വലിയൊരു മാതൃക നമുക്ക് മുമ്പിലുണ്ട്. ആ മാതൃകയനുസരിച്ച് വളരെ നല്ല നിലയിൽ ഇത്തരം കാര്യങ്ങൾ നടത്താൻ സാധിക്കണം. അതിനേറെ പ്രവർത്തിക്കുന്നവർക്ക് കർശനമായ നടപടിയെടുക്കാൻ മഹല്ല് നേതൃത്വത്തിന് സാധിക്കണം. അതിന് വേണ്ടത് മഹല്ല് നേതൃത്വത്തിന് അതിനുവേണ്ട ത്രാണി ഉണ്ടാവണം, എങ്കിലേ സാധിക്കുള്ളൂ. നമുക്കറിയാം, നമ്മുടെ അടുത്ത കാലം വരെ നമ്മുടെ നാട്ടിലെല്ലാം നാട്ടിലൊരു കാരണവരുണ്ടാവും, ഒരു ഉമറാവുണ്ടാവും. ആ കാരണവർ പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇന്ന് ആ അവസ്ഥയെല്ലാം മാറി ഓരോരുത്തരും എല്ലാവരും തോന്നിയതുപോലെ ചെയ്യുന്നു, ഇസ്ലാമിക നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട്. ഇതിനെതിരെ ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ നാം മഹല്ല് നേതൃത്വം ഒന്നിച്ചു നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ മൂല്യങ്ങൾ പിടിക്കാൻ, ഇസ്ലാമിക മൂല്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ താക്കീത് നൽകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന തിരുവാക്യത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അധ്യക്ഷൻ രണ്ടു വാക്കില്ലേ? രണ്ടു വാക്ക് പറയണ്ടേ? ഇനി നമ്മുടെ ആദരണീയനായ മുനീർ ഹുദവി നമ്മോട് സംസാരിക്കുന്നു. അതിന്റെ ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട CP സയ്യിദലവി സാഹിബ് ഉണ്ട്. അദ്ദേഹം നിസ്കരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സംസാരം ഉണ്ടായിരിക്കുന്നതാണ്. മുനീർ ഹുദവി അധ്യക്ഷന് വേണ്ടി ആദരവും ക്ഷണിക്കും. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه الفائزين. أما بعد.
اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ ഈ വേദിയുടെ അധ്യക്ഷനും ഞങ്ങളുടെയൊക്കെ വന്യ മാർഗദർശി കൂടിയായ ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പു ഹാജി അവറുകളെ, ഇവിടെ സ്വാഗത ഭാഷണം നിർവഹിച്ച കെ അബ്ദുൽ ഖാദിർ ഫൈദി ഉസ്താദ് അവറുകളെ, വേദിയിലുള്ള ഒക്കെ സ്വാലിഹി ബാക്കവി അടക്കമുള്ള മറ്റു ഉസ്താദുമാരെ, ഉമറാക്കളെ, ഉലമാക്കളെ, എന്റെ സദസ്സിലിരിക്കുന്ന ഓരോ മഹല്ല് ജമാഅത്തിന്റെയും ആത്മീയ ചൈതന്യം നിലനിർത്തുന്നതിന് വേണ്ടി അഹോരാത്രം കഠിന ശ്രമങ്ങൾ നടത്തുന്ന പ്രിയപ്പെട്ട മഹല്ല് നേതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ബദിരിയ ശരീഅത്ത് കോളേജിന്റെ അഞ്ചാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായുള്ള തൻമിയ മഹല്ല് നേതൃസംഗമത്തിലാണ് നമ്മളിവിടെ സംഗമിച്ചിരിക്കുന്നു. അള്ളാഹു ഇത് ഖൈറായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സ്ഥാപനത്തിന്റെ പടികൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വല്ലാതെ ഓർമ്മകൾ അയവിറക്കി വരുന്നത് മഹാനായ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ വന്യരായ പി ഉസ്താദിന്റെ ജീവൽ ഓർമ്മകളാണ്. ഓരോ ചില സ്ഥാപനങ്ങളുടെ മുന്നികളിലൂടെ നടന്നു പോകുമ്പോൾ, ഞാനിപ്പോൾ വരുന്നത് എന്റെ തറവാട് സ്ഥാപനമായ ദാൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അതിന്റെ ഓരോ മണൽത്തരികളിലൂടെ നടക്കുമ്പോഴും അവിടുത്തെ പ്രപിതാക്കളായ CH ഐദ്രോസ് ഉസ്താദിന്റെയും MM ബഷീർ ഉസ്താദിന്റെയും ഡോക്ടർ യു പാപ്പുട്ടിയാജിയുടെയും ഒക്കെ 1000 ഓർമ്മകളില്ലാതെ ഒരടി പോലും ആ ദാറുലുദയുടെ ക്യാമ്പസിലൂടെ നടക്കാൻ പറ്റാത്തതുപോലെ ബദിരിയ കോളേജ് എന്ന് കേൾക്കുമ്പോൾ, ഈ മുറ്റത്തേക്ക് വരുമ്പോഴൊക്കെ ഇവിടെ വന്ന് ഒരു വലിയ ജനാസ നമസ്കാരത്തിന്റെ സാന്നിധ്യം വരെ ഉണ്ടായത് അന്ന് നമ്മൾ ഇവിടെ വന്നപ്പോഴും അതിനു മുമ്പും ഈ സ്ഥാപനം കേൾക്കുമ്പോൾ തന്നെ വന്യരായ പി ഉസ്താദിനെ ഓർക്കാതെ നമുക്ക് ഇതിനെ കൂട്ടി വായിക്കാൻ പറ്റില്ല. ഇതിനോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് ജാമിയയുടെ ജൂനിയർ കോളേജ് എന്ന പുതിയൊരു നവോത്ഥാന വിപ്ലവം ആരംഭിച്ചപ്പോൾ ഇതിന് പിന്നിലും വന്യരായ ഉസ്താദിന്റെ വളരെ ശ്രമങ്ങളും അതിനൊരു സിസ്റ്റമാറ്റിക്കായി കൊണ്ടു നടക്കുന്നതിൽ ഉസ്താദ് കാണിച്ച വളരെ കുശാഗ്രമായ ജാഗ്രതയുമൊക്കെ വളരെ എടുത്തു പറയേണ്ടതാണ്. അള്ളാഹു അവർ ചെയ്ത എല്ലാ ഹിദുമാത്തുകളെയും അവരിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. പാരത്രിക ലോകത്ത് അവർക്ക് അതൊക്കെ ഒരു വിജയത്തിനുള്ള നിധാനമായി സ്വീകരിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അള്ളാഹു അവന്റെ ജന്നാത്തു നഈമിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ സംസാര വിഷയത്തിലേക്ക് കടക്കുകയാണ്. മഹല്ല് നേതൃസംഗമത്തിലെ വിഷയം മോഡൽ മഹല്ല് പ്രസന്റേഷനാണ്. എന്റെ പ്രിയങ്കരനായ സുഹൃത്തും ഉസ്താദ് കൂടിയായ ഡോക്ടർ സുബൈറുദവി ചേകനൂരിനെയായിരിക്കും നിങ്ങൾ ഈ സദസ്സിൽ എനിക്ക് പകരം പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. ഇന്ന് രാവിലെ ഉംറക്ക് വേണ്ടി അദ്ദേഹം പോയതിന്റെ അടിസ്ഥാനത്തിലാണ് പകരമായി വരേണ്ടത് വന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഈ വിഷയം എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ അവതരിപ്പിക്കാനുള്ള ശ്രമം നടത്തും. അള്ളാഹു നമ്മിൽ നിന്നും ഒക്കെ ഇത് ഖൈറായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. എന്റെ മുന്നിലിരിക്കുന്ന മഹല്ല് ഏകദേശം 2 പഞ്ചായത്തിലെ മഹല്ല് പ്രതിനിധികളെയാണ് ഇതിലേക്ക് വിളിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പല മഹല്ല് പ്രതിനിധികൾ ഇവിടെ വന്നിട്ടുണ്ടാകും. അവരൊക്കെ ഏറെക്കുറെ ഈ മഹല്ലിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ മഹല്ലുക സംവിധാനങ്ങൾ, കേരളത്തിലെ മഹല്ല് സംവിധാനങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ മഹല്ല് എന്ന സിസ്റ്റം സുന്നി മഹല്ല് ഫെഡറേഷനിലൂടെയാണ് ഇത്ര വ്യവസ്ഥാപിതമായിട്ട് ശക്തമായ പ്രവർത്തനങ്ങളുമായിട്ട് കൊണ്ടുവരുന്നത്. 1983 ദാർഹുദ തുടങ്ങിയെങ്കിൽ 1986 ദാർഹുദയുടെ വിദ്യാഭ്യാസ സംവിധാനം തുടങ്ങിയെങ്കിൽ 1987 സുന്നി മഹല്ല് ഫെഡറേഷന്റെ മലപ്പുറം ജില്ല തിരൂരങ്ങാടി പഞ്ചായത്തും ജില്ലാ കമ്മിറ്റി ഒരു വർഷങ്ങൾക്ക് ശേഷവും തുടരുകയും അവിടുന്ന് ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷമാണ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഒക്കെ നിലവിൽ വരുന്നത്. ഇങ്ങനെ വ്യവസ്ഥാപിതമായി SMF പ്രവർത്തിച്ചു വരുമ്പോൾ ഇന്ന് ഇതിന് പുതിയ രൂപങ്ങളും ഭാവങ്ങളുമായി മഹല്ല് പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ എന്റെ മഹല്ല് നേതൃത്വം വളരെ ഗൗരവത്തോടുകൂടി ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടത് ഈ ഉത്തരവാദിത്വത്തിന്റെ വലിയ പ്രസക്തി നാം മനസ്സിലാക്കണം. ഒന്നാമതായിട്ട് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസുണ്ട്. ഈ സദസ്സിൽ പറയുമ്പോൾ ഞാൻ ഏറെ ബഹുമാനത്തോടുകൂടി ആദരിക്കുന്ന എന്റെ മഹല്ല് നേതൃത്വത്തോട് എനിക്ക് ഈ ഹദീസും കൂടെ ഷെയ്ഖുന ഷംസുൽ ഉലമയുടെ ഒരു ചരിത്രവുമാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. കണ്ണൂർ ജില്ലയിലെ ഒരു പരിപാടിക്ക് ചെല്ലുമ്പോൾ അവിടെ അധ്യക്ഷത പദവി അലങ്കരിച്ച ആ നാട്ടിലെ ഒരു ഉമറാക്കളിൽപ്പെട്ട ഒരു വലിയ മനുഷ്യനെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗം നടത്തുന്ന ഒരു രംഗം എനിക്ക് ഓർമ്മ വരിക. ഞാൻ അതിനുശേഷം ഏത് ഉമറാക്കളുടെ സദസ്സിൽ ചെന്നാലും ഈ ചരിത്രം പറയാറുണ്ട്. അവർ കോഴിക്കോട് വന്നു. ഈ ഉമറാക്കളിൽപ്പെട്ട മനുഷ്യൻ കോഴിക്കോട് വന്ന് ഷെയ്ഖുന ഷംസുൽ ഉലമ
ഷംസുലുലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവരുടെ അടുത്ത് വന്നു. ഷെയ്ഖുനയോട് പറഞ്ഞു, ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടിയാ വന്നത്. കോഴിക്കോട് വന്നു, ഷെയ്ഖുനയെ കണ്ടു. ഉസ്താദിന്റെ ദിവസം ചോദിച്ചു. ഉസ്താദ് ആ ദിവസത്തിനനുസൃതമായി സമയം ഒക്കെ അനുവദിച്ചു, പരിപാടിക്ക് വരാമെന്നേറ്റു. വളരെ സന്തോഷത്തോടുകൂടി ഈ മനുഷ്യൻ ഷെയ്ഖുനയുടെ കൈപിടിച്ചുകൊണ്ട് തിരിച്ചു പോരുമ്പോ യാത്ര പറയാൻ കൈപിടിച്ച് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ഷെയ്ഖുന ഉടനെ തന്നെ യാത്ര പറയാൻ ഒരുങ്ങി ആ മനുഷ്യന്റെ കൈ മുറുക്കി പിടിച്ച് ചോദിച്ചു, നീ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഷെയ്ഖുന യാത്ര പറയാൻ, ഞാൻ അങ്ങയോട് യാത്ര പറഞ്ഞ് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഷെയ്ഖുന പറഞ്ഞു, എന്നോട് നിങ്ങൾ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. കാരണം നിങ്ങളെപ്പോലെയുള്ള ഉമറാക്കളായ ഒരു നാട്ടിൽ ദീനിന് വേണ്ടി, മഹല്ലിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഉമറാക്കളും ഞങ്ങളെപ്പോലെയുള്ള ഉലമാക്കളും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഒരു വ്യത്യാസം, ഞങ്ങളെപ്പോലെയുള്ള ഉലമാക്കള്, പണ്ഡിതന്മാര്, പള്ളിയിലെ ഉസ്താദുമാരും മദ്രസയിലെ ഉസ്താദുമാരും മഹല്ല് ഖത്തീബും കാളിയുമൊക്കെ ആയിട്ട് പ്രവർത്തിക്കുമ്പോ ഈ പ്രവർത്തനത്തോടൊപ്പം തന്നെ ഞങ്ങള് ദുനിയാവിൽ വെച്ച് തന്നെ ഇതിന് ശമ്പളം കൈപ്പറ്റുന്നവരാ. പക്ഷേ നിങ്ങളെപ്പോലെയുള്ള നാട്ടിലെ ഉമറാക്കള് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി മഹല്ല് സെക്രട്ടറിയും പ്രസിഡന്റും മെമ്പർമാരുമൊക്കെ ആയിട്ട് പ്രവർത്തിക്കുമ്പോ ഈ സേവനത്തിന് പകരമായി 5 പൈസ പോലും കാശായി ശമ്പളം പറ്റാതെ എല്ലാം അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാ. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖുന ആ മനുഷ്യനോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഒരു രംഗം ആ അധ്യക്ഷ അലങ്കരിച്ച ആ മനുഷ്യന് പറഞ്ഞത് കേട്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഷെയ്ഖുന ശംസുലമ പോലും ഒരു വേള ഒരൽപ്പം വലിയ ആഗ്രഹത്തോടുകൂടി കണ്ട ഒരു പൊസിഷനാണ് എന്റെ പ്രിയമുള്ള മഹല്ല് നേതൃത്വം നമ്മൾ ഇന്ന് ഇരിക്കുന്നത് എന്ന് ആദ്യമായി മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാ നമ്മൾ ആലോചിക്കേണ്ടത് ഈ സ്ഥാനത്തിന്റെ വലിയ മഹത്വം മനസ്സിലാക്കണം. പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉണ്ട്, മൻ അഹബ്ബഹുല്ലാഹു ജഅലഹു ഖയ്യിമ മസ്ജിദ്. ഒരു മനുഷ്യനെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ ആ മനുഷ്യൻ അല്ലാഹു ദുനിയാവിൽ സ്ഥാനം കൊടുക്കുന്നല്ല പറഞ്ഞത്, ആ മനുഷ്യന് കുറെ സമ്പത്ത് കൊടുക്കുന്നല്ല പറഞ്ഞത്, ആ മനുഷ്യന് കുറെ വാഹനങ്ങൾ കൊടുക്കുന്നല്ല പറഞ്ഞത്, ആ മനുഷ്യന് രാഷ്ട്രീയത്തിൽ അധികാരം കൊടുക്കുന്നല്ല പറഞ്ഞത്. മൻ അഹബ്ബഹുല്ലാ, ഏതെങ്കിലും ഒരു മനുഷ്യനെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ ജഅലഹു ഖയ്യിമ മസ്ജിദ്, ആ മനുഷ്യനെ അല്ലാഹു പള്ളിയുടെ ഭരണകർത്താക്കളാക്കി മാറ്റുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾക്കൊക്കെ മഹല്ലിന്റെ ഏതെങ്കിലും ഒരു മഹല്ലിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, മെമ്പറൊക്കെ ആയിട്ട് അവസരം കിട്ടിയെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതിന്റെ ഒരു നിദാനമായി അതിനെ കാണാൻ പറ്റും. ഇവിടെ പുളിക്കപ്പറമ്പും മുക്കത്തും അതുപോലെ തോണിത്തോട് മഹല്ല്, അങ്ങനെ വിവിധ മഹല്ല് ഭാരവാഹികൾ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ടാകും. അതിന് 22 അംഗ കമ്മിറ്റി, 20 അംഗ കമ്മിറ്റി, 15 അംഗ കമ്മിറ്റി മെമ്പർമാരുണ്ടാകും. ഇതൊക്കെ അവര് അള്ളാഹുവിന്റെ ഹുബിന്റെ ഒരു ഭാഗമായി കാണാൻ പറ്റാവുന്നതാണ്. അപ്പോ ഇത് വലിയ സ്ഥാനമാണെന്നാ പറഞ്ഞത്. സ്ഥാനാണെന്ന് പറഞ്ഞ അതേ മനസ്സോടെ നിങ്ങൾ ഇനി അടുത്തൊന്ന് കേൾക്കേണ്ടത് ഇത് സ്ഥാനം മാത്രമല്ല, ഇത് വലിയൊരു ഉത്തരവാദിത്ത. ഈ ഉത്തരവാദിത്വത്തിനെ പറ്റി പുണ്യ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ അവർകൾ പറയുന്നത് നിങ്ങൾ എല്ലാവർക്കും അറിയണ ഹദീസ. പകുതി ഓതി ഞങ്ങളെന്നെ ഓതും ഇല്ലേ? നിങ്ങൾക്ക് എന്നെ ഓതാൻ പറ്റാവുന്ന ഒരു ഹദീസ് ഉണ്ട്, കുല്ലുക്കും റായിൻ വകുല്ലുക്കും. ഈ സദസ്സിൽ എല്ലാവർക്കും അറിയില്ലേ? ഏറെക്കുറെ നമ്മളൊക്കെ കേട്ടതാ. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി, നിങ്ങളെ ഉത്തരവാദിത്തങ്ങളെ പറ്റി ചോദ്യം ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അപ്പൊ നമ്മളോടൊക്കെ ഓരോന്ന് ചോദിക്കും. അങ്ങനെ നമ്മളെ എങ്ങനെ വഫാത്തായിട്ട് മഹ്ശറയിലെത്തും, അവിടെ സംഗമിച്ചു വെക്കും. സംഗമിച്ചു വന്ന നാട്ടിലെ ഇപ്പൊ ഉദാഹരണമായിട്ട് പറയാം, മുക്കം മഹല്ലില് അല്ലെങ്കിൽ നമ്മളെ കോണിത്തോട് മഹല്ലിലെ ആളുകളൊക്കെ പാടെന്ത് ചെയ്യും? അള്ളാഹു ആളുകളെ വേമ്പോ അവരെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞിങ്ങനെ വിടും. അപ്പൊ ഉണ്ടാവും 21 അംഗ 22 അംഗ കമ്മിറ്റിക്കാരവിടെ പിടിച്ചേക്കും അള്ളാഹു. എന്നിട്ട് ചോദിക്കും, മറ്റുള്ളവരൊക്കെ ബാൻ വിട്ടതിന് ശേഷം സ്പെഷ്യൽ ചോദ്യം നമുക്ക് വരുന്ന 2014-15 വർഷത്തിലെ കമ്മിറ്റി, മഹല്ല് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, മെമ്പറായിട്ടൊക്കെ നിന്നെ ചുമതലപ്പെടുത്തിയിട്ട് നീ എന്തൊക്കെ ചെയ്തു? ഇതാണ് ഉത്തരവാദിത്തം. അങ്ങനെ കൃത്യമായി ചോദ്യം ചെയ്യുമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ. ഈ ഒരു ബോധം വന്നപ്പോ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ടു. അങ്ങനെ വേഷപ്രച്ഛന്നനായി തന്റെ ഭരണീയരെ ജീവിക്കുന്ന മദീനയിലെ തെരുവിലൂടെ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് വേഷം മാറി പോവുകയാണ്. എന്തിനാണ്? ഞാൻ ഭരിക്കണ എന്റെ മഹല്ല് പ്രദേശത്തെ അല്ലെങ്കിൽ എന്റെ ഭരണ പ്രദേശത്തിലെ ഒരു മനുഷ്യൻ എന്റെ ശ്രദ്ധ കിട്ടാത്തതിന്റെ പേരിൽ വഴിതെറ്റിപ്പോയാൽ ജഗനിയന്താവായ തമ്പുരാൻ മഹ്ശറിൽ വരുമ്പോ എന്നെ ചോദ്യം ചെയ്യുമെന്ന് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പേടിയായപ്പോ മൂപ്പര് ഒറ്റക്കൊക്കെ പോകുന്ന, അങ്ങനെ തോട്ടത്തിൽ പോയി നിന്നിട്ട് സ്വന്തം നഫ്സിനെ അടിച്ച് അല്ലെങ്കിൽ സ്വന്തം നഫ്സിനോട് ഇങ്ങനെ ചോദ്യം ചെയ്യും, ചെയ്തോ ഉത്തരവാദിത്വം നിർവഹിച്ചോ എന്നൊക്കെ. നമ്മളോ
മഹല്ല് മെമ്പറാകാൻ, പ്രസിഡന്റ് ആകാൻ ഗ്രൂപ്പ് കളിക്കാം. നമ്മളെ മലപ്പുറം ജില്ലയിലൊക്കെ കുറവാ. തൃശ്ശൂർ ജില്ലയിലൊക്കെ ചെല്ലുമ്പോൾ പോലും പറയും, ഉസ്താദെ ഇനിയൊരു സമാധാനം എന്തേ 5 കൊല്ലത്തേക്ക് ഞങ്ങൾ തെരഞ്ഞെടുത്ത്. എങ്ങനെ തെരഞ്ഞെടുപ്പ്? ഒരു സ്ഥാനാർത്ഥിക്ക് കൊട ചിഹ്നം, വേറെ സ്ഥാനാർത്ഥിക്ക് വാച്ച് ചിഹ്നമായിട്ട്. ഞങ്ങൾ വിചാരിക്കും അത് APK മത്സരം അല്ല, ആളുകൾ തമ്മിൽ മത്സര. തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കഴിച്ചില്ല. ഇനി 5 കൊല്ലത്ത് നോക്കണ്ട, ഇനി 5 കൊല്ലം ഫുൾ നമ്മൾ ഭരിക്കുന്ന. എന്തിനാ ഈ അധികാരത്ത് കൈ കിട്ടിയല്ലോ? ഇതിനെപ്പറ്റി അള്ളാഹു കൃത്യമായി ചോദിക്കും. ചോദിക്കുന്ന സമയത്തോ അങ്ങനെ ഞങ്ങൾ മാസാമാസം യോഗം കൂടി ചായ അടിച്ചൊക്കെ പിരിഞ്ഞിനെ രക്ഷപ്പെടാൻ പറ്റുമോ? അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. പറ്റൂല. ഇനി ഒന്നും ഉത്തരവാദിത്തമാണ് മാത്രമല്ല, ഇത് നിർവഹിച്ചിട്ടില്ലെങ്കിലോ? ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച വന്യരായ ഉസ്താദ് അവർ വളരെ ചെറിയ വാക്കിൽ വലിയ അർത്ഥത്തിൽ സൂചിപ്പിച്ചു. ഇത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കാം. എനിക്ക് ഏറ്റവും നമ്മൾ ആലോചിക്കേണ്ട വിഷയം, ഈ ഒരു മഹല്ല് സംവിധാനം നിലനിന്നിട്ടില്ലായിരുന്നുവെങ്കിൽ എന്താകുന്നുള്ളതിന് ദാറുൽ ഹുദയുടെ മഹാരഥന്മാരിരിക്കുന്ന സദസ്സിൽ വെച്ച് പറയാൻ പറ്റും. അവരൊക്കെ കേരളത്തിന്റെ പുറത്തു പോയ പല സന്ദർഭങ്ങളിലും അവരൊക്കെ നേരിട്ട് കണ്ട വേദന നിറഞ്ഞ അനുഭവങ്ങൾ. ദാറുൽ ഹുദ മാനേജിംഗ് കമ്മിറ്റിയിൽപ്പെട്ട ഒരു ആജിയേര് ആസാമിലെ ഒരു സ്ഥാപനത്തിന്റെ ബിൽഡിംഗ് മേൽനോട്ടം പണി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യുവാവായ ചെറുപ്പക്കാരൻ ഓടി വന്ന് ചോദിച്ചു, ആജിയേര് നിങ്ങൾക്ക് ബാങ്ക് കൊടുക്കാൻ പറ്റുമെന്ന്. കൊടുക്കാൻ പറ്റുമെന്ന് അറിയപ്പോ ഞങ്ങളത് ബാങ്ക് കൊടുക്കുന്നു. കൊടുക്കൂന്ന് പറഞ്ഞാട് അതെന്തിനാ എന്റെ ബാങ്ക് എന്ന് വെച്ചു. അപ്പം പറഞ്ഞു, നിങ്ങളെ ബാങ്ക് എന്തിനാണ് ചോദിച്ചാൽ, നിങ്ങൾ ബാങ്ക് കൊടുക്കാണ്, ഞാൻ എന്റെ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യും. ഇന്റെ ബാങ്ക് എന്തിന് നീ റെക്കോർഡ് ചെയ്യുന്നു ചോദിച്ചപ്പോ, ഉസ്താദെ എന്റെ ഭാര്യ ഹോസ്പിറ്റലിൽ പ്രസവിച്ചിരിക്കാണ്, പ്രസവിച്ച കുഞ്ഞിന്റെ ചെവിയിൽ ബാങ്ക് കൊടുക്കണം എന്നറിയാം, പക്ഷെ ഞങ്ങൾക്കാർക്ക് ബാങ്ക് കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് ആ കുഞ്ഞിന്റെ ചെവിയിൽ കേൾപ്പിക്കാനാന്ന് പറയുമ്പോ നമുക്കൊക്കെ അത്ഭുതവും. ബാങ്ക് കൊടുക്കാൻ അറിയാത്തവരോന്ന് ധാരാളം. വെള്ളിയാഴ്ചയിലെ ജുമാ നിസ്കാരം മാറ്റിവെച്ചു. എന്തേന്ന് വെച്ച് പറയുന്നത്, കല്യാണം ഉണ്ട്, ഞായറാഴ്ചയിലേക്ക് മാറ്റിയിരുന്നു ജുമാ. ഇതൊക്കെ നമ്മളെ മഹാരഥന്മാരായ ഉസ്താദുമാർക്ക് ഉമറാക്കൾക്ക് വളരെ കൃത്യമായിട്ട് അനുഭവമുള്ളതാ. റമദാനിൽ സ്വീകരിക്കാൻ വന്നു, സ്ഥാപനം നടത്താൻ വേണ്ടി തയ്യാറായി വന്നൊരു വിഭാഗം ആളുകൾ. അപ്പോ നമ്മളവിടുത്തെ ബഹാവുദ്ദീൻ ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാരും കമ്മിറ്റി മാനേജ്മെന്റ് ഭാരവാഹികളും ചെന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോ അവര് ചോദിക്കുക, റമദാൻ പകലിലാണ് അവിടെ എത്തിയത്, ഇവര് യാത്രക്കാരാ, വേണമെങ്കിൽ ഇവർക്ക് നോമ്പ് നോൽക്കണ്ട, പക്ഷെ അവരൊക്കെ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്. അവിടെ ചെന്നാൽ അവർ ചോദിക്കുക, കൈപിടിച്ചിട്ട് ഉസ്താദ് വരി ഹോട്ടലാണ് ഭക്ഷണം കഴിക്കാൻ പോവാന്ന്, റമദാൻ പകലില്. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളൊക്കെ നോമ്പ് പറ്റും. നിങ്ങൾ നോമ്പ് പറ്റും, ഞങ്ങൾ ഇവിടെ ഇരിക്കും, ഞങ്ങൾ പോയിട്ട് ഭക്ഷണം കഴിക്കാന്ന്. നാട്ടുകാർക്ക് ഇത്രേ ദീനുള്ളൂ എന്നുണ്ടെങ്കിൽ, ഇത് കേരളത്തിന്റെ പുറത്ത് നമുക്ക് അത്ഭുതമായി ചിരി വരുന്നെങ്കിൽ, 16 വയസ്സുള്ള കുട്ടി ആന്ധ്രാപ്രദേശ് കർണാടകയിലെ കോലാറിലേക്ക് ദാറുൽ ഹുദയുടെ ദിവ്യ സന്ദേശവുമായി കടന്നു ചെന്നപ്പോ ഒരു കുട്ടി ഓടി വന്ന് ദാറുൽ ഹുദയിൽ ചേരണമെന്ന് ആവശ്യപ്പെട്ടു. നേരിട്ടുള്ള അനുഭവം. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ നിനക്ക് അറബി ഉറുദു അറിയില്ല, അറബി അറിയോ, ഫാത്തിയ ഓതാൻ അറിയോ? ഫാത്തിയ എന്ന് പറഞ്ഞാൽ തന്നെ അറിയില്ല, അൽഹംദു എന്ന് പറയണം ഫാത്തിയനെ പറ്റി. അപ്പൊ അൽഹംദു അറിയാന്ന് ചോദിച്ചു. അപ്പൊ പറയാം അതും അറിയില്ല എന്ന് പറഞ്ഞു. നോക്കിയോ തോന്ന് ചോദിച്ചു. ഇല്ല. ഖുർആൻ തുറന്നു നോക്കിയിട്ട് ഫാത്തിയ സൂറത്തിൽ ഒരു അക്ഷരം പോലും ഓതാൻ അറിയാത്ത തൊപ്പി വെച്ച കുട്ടി പള്ളിയിലേക്ക് വരുന്ന അനുഭവം കണ്ടെങ്കിൽ, ഇതവിടെ സാധാരണയാ. ഇത്ര ആളുകൾ വലിയ താടിയുണ്ടാവും, തൊപ്പിയൊക്കെ ഉണ്ടാവും, ഓതാനേ അറിയില്ല. ഖുർആന്റെ അക്ഷരം പോലും അറിയില്ലെങ്കിൽ കേരളത്തിൽ ആലോചിക്കുന്നത്, 5-ാം വയസ്സ് കഴിഞ്ഞ കുട്ടി അലിഫും ബാവും പഠിച്ചിട്ട് അറയും ചൊല്ലിത്തന്ന് 6-ാം ക്ലാസ് എത്തുമ്പോഴേക്കും ഫാത്തിയ മനോഹരമായി ഓതി, 7-ാം വയസ്സെത്തുമ്പോഴേക്കും യാസീൻ കാണാതെ ഓതുന്ന സംവിധാനം കേരളത്തിൽ വന്നത് മഹല്ല് സംവിധാനങ്ങളിലൂടെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ സംവിധാനം നിലച്ചുപോയാൽ സാധ്യമാവുക സമീപ ഭാവിയിൽ തന്നെ കേരളത്തിലും ഇത്ര ദാരുണമായ അവസ്ഥ വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ ഉറങ്ങിയാല് കുറ്റാളൂരിന്റെ പരിസരത്തുള്ള 20-30 മഹല്ലിലെ ദീന് നശിക്കുന്ന അർത്ഥം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നിങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഇതാണ്, ഈ നാട്ടിലെ ദീന് നിലനിർത്താനാണ്. നമ്മളെ വീറും വാശിയൊക്കെ മാറ്റിവെച്ച് പ്രവർത്തിച്ചേ പറ്റൂ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് ഒന്ന് പ്രവർത്തിക്കണമെന്ന് ബോധ്യമായാൽ ഇനി എന്ത് പ്രവർത്തിക്കുന്ന. ഇപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ, നിങ്ങൾ നാട്ടിൽ ആലോചിച്ച് നോക്കി, നിങ്ങളെ നാട്ടിൽ എത്ര ആളുകളാണ് എന്തൊക്കെ ആവശ്യങ്ങൾക്ക് നിങ്ങളെ മഹല്ലിലേക്ക് വരാം? എല്ലാരും പറഞ്ഞ 2 മറുപടി ഉണ്ട്. എല്ലാരും ആവശ്യപ്പെടുന്ന മഹല്ലിലേക്ക് വരുന്ന 2 ആവശ്യം എന്താ? ഒന്ന് നിക്കാഹ് ആവശ്യമാണെന്ന് പറയും, രണ്ടാമത്തെ ഒന്ന് പറയും മരിച്ചാൽ കുഴിച്ച്. എത്ര സ്നേഹമുള്ള ബാപ്പാണെങ്കിലും മരിച്ചാൽ പേരന്റെ മുന്നിൽ കുഴിച്ചിടൂല. അപ്പൊ അത് 2 നിർവഹിക്കാനുള്ള ഒരു കേന്ദ്രമായിട്ട് മാത്രം മഹല്ലുകളൊക്കെ ചുരുങ്ങി, മഹല്ലുകൾ ചുരുങ്ങി. മഹല്ല് കമ്മിറ്റി എന്ന് പറയുന്ന സംവിധാനം തന്നെ കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. ഇപ്പൊ പള്ളി കമ്മിറ്റിയേ ഉള്ളൂ, അല്ലെ മദ്രസ കമ്മിറ്റി. വ്യത്യാസം
പള്ളി പെയിന്റ് അടിക്കുക, അവിടുത്തെ ഉസ്താദന്മാരെ റമദാനാകുമ്പോൾ കുറെ ഉസ്താദന്മാരെ പിരിച്ചുവിടുക, അടുത്ത കുറെ ഉസ്താദന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇത് മാത്രമായി പള്ളി മദ്രസ പരിപാലന കമ്മിറ്റികളായി മഹല്ല് കമ്മിറ്റികൾ അതപ്പതിച്ചിരിക്കുന്നു ഏറെക്കുറെ നാട്ടില്. ഇവിടെയാണ് ഇനി എങ്ങനെ മഹല്ല് കമ്മിറ്റിയായി വരാൻ പറ്റും. ഇനി അറിയേണ്ടത്, ഇങ്ങനെ മഹല്ല് കമ്മിറ്റി ഇടപെട്ടിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ കേൾക്കുന്നു, കണ്ണൂരിലെ ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടുത്തെ ഒരു റേഞ്ച് സെക്രട്ടറി കണക്ക് അവതരിപ്പിക്കാം. അവിടുത്തെ ഒരു മദ്രസയിൽ 1ാം ക്ലാസ്സിൽ കുട്ടികളില്ലാത്തതിന്റെ പേരിൽ ആ 1ാം ക്ലാസ് ഇല്ലാതെയായിട്ട്, അഥവാ ഡിവിഷൻ ഫാൾ. ഇത് പണ്ട് ഇവിടെ കേട്ടിനെ, സ്കൂളിൽ മാത്രം ഗവൺമെന്റ് സ്കൂളിൽ കേട്ട ഡിവിഷൻ ഫാൾ നമ്മളെ മദ്രസാ സിസ്റ്റത്തിൽ തുടങ്ങി. എങ്ങനെയാ ദീനില്ലാതാവാൻ ചോദിച്ചാൽ എങ്ങനെയാ 1ാം ക്ലാസ് ഇല്ലാതാവും, അടുത്ത വർഷം 2 ഇല്ലാതാവും, പിന്നെ 3 ഇല്ലാതാവും. അപ്പൊ ഇടപെട്ട് തുടങ്ങണ മഹല്ല് സംവിധാനങ്ങൾ. അങ്ങനെയാണെങ്കിൽ ചോദ്യം, എവിടുന്ന് ഇടപെടണം? എങ്ങനെയാ മഹല്ലിലെ പുതിയ പ്രവർത്തന രീതി കൊണ്ട്, പുതിയതല്ല നമ്മൾ ഏറ്റെടുക്കേണ്ട പ്രവർത്തന രീതി അങ്ങനെ തുടങ്ങണം. അപ്പൊ ആദ്യം തന്നെ ഞാൻ വളരെ ചെറിയ സമയം കൊണ്ടെടുക്കുന്ന, വളരെ കൃത്യമായിട്ട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, മഹല്ലിന്റെ ധർമ്മങ്ങൾ എന്തെന്നാ. 2 രീതിയിലാണ് മോഡൽ മഹല്ല് പ്രസന്റേഷൻ ഞാൻ ഉദ്ദേശിക്കുന്ന. 2 ഏരിയയിലാണ് മഹല്ലിന്റെ ഉത്തരവാദിത്തമുള്ളത്. 2 ഏരിയയിൽ ഇത് കൃത്യമായി നിർവഹിക്കണം. ഒന്നാമത്തെ ഏരിയ, മഹല്ലിന്റെ സ്ഥാപനങ്ങൾ മുഴുവൻ നമ്മളെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാ മഹല്ലിലെ സ്ഥാപനങ്ങൾ. രണ്ടാമത്തെ ഏരിയ മഹല്ലിലെ വ്യക്തികളാണ്. വളരെ സിമ്പിളായിട്ട് പറയാൻ വളരെ എളുപ്പമാണ് ഇത് പ്രായോഗികമായിട്ട് കൊണ്ടുവരാൻ. മഹല്ലിലെ സ്ഥാപനം എന്ന് പറയാൻ തന്നെ എല്ലാം പെട്ടു. മഹല്ലിലെ മദ്രസകളുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തൽ മഹല്ല് കമ്മിറ്റിയുടെ ചുമതല. മഹല്ല് പരിധിയിൽ പെട്ടുന്ന സ്കൂളുകൾ, അത് ഗവൺമെന്റ് സ്കൂളാണെങ്കിൽ പോലും മഹല്ല് കമ്മിറ്റിയുടെ ചെറിയ ഇടപെടൽ നടക്കണം. ഒരു സ്കൂളിലേക്ക്, ഒരു മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന ഒരു സ്കൂളിലേക്ക് എന്നവര് പരാതി പറഞ്ഞു, ഈ സ്കൂളിലെ കുട്ടികൾക്കൊരു അച്ചടക്കമില്ല, ശീലങ്ങളൊന്നും ശരിയില്ല, ദുശ്ശീലങ്ങളാണ് എന്നൊക്കെ ധാരാളം മിസ്ബിഹേവിയറുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പോ എന്തെങ്കിലും ഒരു മാറ്റം ചെയ്യാൻ പറ്റുമെന്നുള്ള അന്വേഷണത്തിൽ ഹാദിയയുടെ ശ്രമഫലമായി ആ നാട്ടിൽ ഇടപെടാൻ പറ്റി. ചെന്നു നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, മഹല്ല് കമ്മിറ്റി നേരിട്ട് നടത്തുന്ന മഹല്ല് ജമാഅത്തിന്റെ സ്കൂളിൽ ചെന്നപ്പോ ഒരു അധ്യാപകന്റെ ക്ലാസ് എടുക്കണേ, 7ാം ക്ലാസ്സിലാ, തുണിയൊക്കെ മടക്കി കുത്തിയിട്ട് ഇങ്ങനെ ഉഷാറായിട്ടാണ് ക്ലാസ് എടുക്കേണ്ടത്. ഞാൻ വേറെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഈ നാടൊക്കെ നേരാവണം, ആദ്യം ഇയാളൊക്കെ ഒന്ന് കുടിച്ച് പുറത്താക്കണം. ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുക, തുണി മടക്കി കുത്തിയിട്ട്. ഇവനാണ് ഇനി സംസ്കാരം പഠിപ്പിക്കുന്നത്. അപ്പൊ എന്താ, അവിടുത്തെ കമ്മിറ്റിക്കാർക്ക് ഒരാൾക്ക് പോലും ഇതിൽ ഇടപെടാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയില്ല. ഇനിയുള്ള ചില ആളുകൾ അവരെ മഹല്ല് കമ്മിറ്റിക്ക് എടുക്കൂല. കാരണം ഓനൊക്കെ വന്നാലേ നമ്മളൊക്കെ കയ്യിലിരിപ്പ്, നമ്മളെ സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ വിദ്യാഭ്യാസമുള്ളവരെ കൊണ്ടുവരില്ല. എന്നിട്ട് ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത കാക്കമാര് ഭരിക്കാം. ഞാൻ കാക്കമാരെന്ന് പറഞ്ഞാൽ മലപ്പുറം കാക്കയിലെ നന്മയുള്ള കാക്കമാരല്ല വിശേഷിപ്പിച്ചത്, ഇങ്ങനെയുള്ള പുഴുക്കുത്തുകളായ സ്വഭാവങ്ങളാണ്. എന്നാൽ അവിടെ എന്താ ഇപ്പൊ നടക്കുന്നത്? അപ്പൊ ഈ കുട്ടികൾ, അവിടുത്തെ ടീച്ചേഴ്സ് ബഹുഭൂരിപക്ഷവും പണം മാത്രം നോക്കി നിയമിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെ മതം പോലും ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. മാത്രമല്ല അവരൊക്കെ പറയുന്നത് മാപ്പിളാരല്ല എത്രയൊക്കെ പഠിച്ചാൽ മതി. ഒന്ന്, സ്കൂളുകൾ നോക്കണം, മദ്രസ നോക്കണം, മറ്റു സ്ഥാപനങ്ങളൊക്കെ നോക്കണം. രണ്ടാമത്തത്, ഞാനത് വിശദീകരിക്കണില്ല, ആ ഏരിയക്ക് തൊട്ടാ പേടിയാകുക, കുറെ ഏരിയ പോകും. രണ്ടാമത്തെ ഏരിയ മഹല്ലിലെ വ്യക്തികളാണ്. മഹല്ലിലെ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നടത്തുന്ന സംവിധാനം എന്താ വെച്ചാൽ, മഹല്ല് കമ്മിറ്റി ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വല്ലാതെ ആവേശം കൂടിയതുമാണ്. തെക്കൻ പ്രഭാഷകരൊക്കെ ഉണ്ടെന്ന് വലിയൊരു വയല് സംഘടിപ്പിക്കുക. ആകെ മഹല്ല് നടത്തുന്ന ചില അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ്സിൽ എത്ര ആളുണ്ട്? തുടങ്ങുമ്പോൾ 50 ആളുണ്ട്. ഇനി അവസാനിച്ചെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ ഖുർആൻ ക്ലാസ്സുകളൊക്കെ അവസ്ഥകൾ പലപ്പോഴും, എല്ലാ ഖുർആൻ ക്ലാസ്സും അല്ലെങ്കിലും പലയിടത്തെങ്കിലും. അപ്പൊ ഇനി നമ്മൾ എങ്ങനെ തുടങ്ങണമെന്നാ ചില ആലോചന നടത്തും. വ്യക്തികൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരിക്കലും ഒരു ചെറിയ കുട്ടിയോട് സംവദിക്കേണ്ട ശൈലിയിൽ യുവാവിനോട് സംവദിക്കാൻ പറ്റോ? എന്താ മുണ്ടാത്ത്? പറ്റോ? ഇല്ല. യുവാവിനോട് സംവദിക്കേണ്ട ശൈലിയിൽ വയസ്സായ ആളുകളോട് സംസാരിക്കാൻ പറ്റോ? ഇല്ല. സ്ത്രീകളോട് സംവദിക്കേണ്ട, അവരോട് മാത്രം സംസാരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അങ്ങനൊന്നല്ല. നമുക്ക് ആകെ അറിയുന്ന ഒരു ശൈലി, ഏതെങ്കിലും ഒരു തെക്കൻ വയലനെ വിളിക്കുന്നത് ചെറുപ്പക്കാരായിരിക്കും. അവര് പറയും, ഉസ്താദ് ഇങ്ങോട്ട് വരണം, ഈ നാട്ടിൽ ഗംഭീരമായിട്ട് സംസാരിക്കണം, എന്താ വിഷയം, ഇവിടെ വയസ്സന്മാരൊക്കെ ഒന്ന് നേരാക്കണം, നിങ്ങൾ നന്നായിട്ടൊന്ന് വയസ്സന്മാർക്ക് പറയണം. അപ്പൊ ഇയാളെ പോയിന്റ് ഫുൾ വയസ്സന്മാർക്ക് ഒരുങ്ങി ഇങ്ങനെ വരും. വന്നിരിക്കുമ്പോ സദസ്സിൽ എന്തായാലും അധ്യക്ഷൻ ഉണ്ടാവും, മഹല്ല് പ്രസിഡന്റ് ഒക്കെ ആവും, കാരണവർ വയസ്സായിട്ടുണ്ടാവും. മൂപ്പര് പറയും, ഈ നാട്ടിലെ യുവാക്കളൊക്കെ ഒന്ന് നേരാക്കാൻ നന്നായിട്ട് പറയും. അപ്പൊ മൂപ്പർക്ക് 2ാം പോയിന്റായി. ഇതുവരെ വയസ്സന്മാർ, ഇപ്പോ യുവാവായി. സദസ്സിൽ ഇരുന്നപ്പോ മുന്നേ തന്നെ കുറെ ചെറിയ മക്കളുണ്ട്, താർപ്പായി പന്തലും ഇട്ടിട്ടിരിക്കണേ. ഈ കുട്ടികളെ പിന്നെ ഉസ്താദ് ഒന്ന് പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നോക്കിയപ്പോ കിലോമീറ്ററുകൾ അകലെ സ്ത്രീകൾ നിരന്നിരിക്കുന്നുണ്ട്. ഇത് ആരെ ശൈലിയിലാണ് ഉസ്താദ് പ്രസംഗിക്കാം? ആദ്യം യുവാവാന്ന് പറഞ്ഞു, പിന്നെ വയസ്സന്മാർക്കാന്ന് പറഞ്ഞു, ഇപ്പൊ കുട്ടികളും കണ്ട് സ്ത്രീകളും കണ്ട്, പിന്നെ ഉസ്താദിന്റെ 2 മണിക്കൂർ നേരം മൂപ്പര് ശൈലി ഉണ്ടാകും. അടിച്ച് മിന്നിച്ച് മൂപ്പര് ആ ശൈലി അടുത്ത് പോകും. അവസാനം നമ്മൾ വിലയിരുത്തും, എങ്ങനെ ഉണ്ടായ പരിപാടി? ഗംഭീരായിരുന്നു. എന്താ കാരണം? 8 ലക്ഷം പിരിഞ്ഞു. പരിപാടി ഒന്നും പോരെ, നഷ്ടത്തിലാ.
സാമ്പത്തികമാണ് നമ്മുടെ പരിപാടിയുടെ പോലും മാനദണ്ഡങ്ങളായി തീർന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ അതിന്റെ ഫലം അങ്ങനെയാ. ഇവിടെയാണ് വ്യക്തികൾ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത്. മഹലിലെ മുഴുവൻ വ്യക്തികളും മഹലിന്റെ കീഴിൽ വരണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെങ്ങനെ വ്യക്തികളൊക്കെ 4 ഗ്രൂപ്പ് പ്രധാനമായിട്ടും നമ്മുടെ പ്രവർത്തന ഏരിയയിൽ വരണം. ഇത് സുന്നി മഹൽ ഫെഡറേഷന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഒരു അജണ്ട പ്രകാരം 1 വർഷം മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്ത് ഡിസ്കഷൻ ചെയ്തുകൊണ്ട് ഞാൻ വിശദീകരിക്കണമൊന്നുമില്ല, വളരെ സ്പീഡിൽ പറഞ്ഞു പോകാൻ പറ്റും. ഈ മഹല്ല് കമ്മിറ്റികളൊക്കെ അതിൽ വന്നിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കാം. ഒന്നാമതായിട്ട് ചെറിയ മക്കള് 7ാം ക്ലാസ് മുതൽ 13 വയസ്സ് വരെ, 7 വയസ്സ് മുതൽ 13 വയസ്സ് വരെ വരുന്ന മക്കൾ കുരുന്നുകൂട്ടുന്ന ലെവല്. എന്താ ഈ പ്രായത്തിനെ പ്രത്യേകത? കുട്ടികളിൽ സർഗശേഷി വരുന്ന പുണ്യനബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ അവர்கள் നിസ്കാരം പഠിപ്പിക്കാൻ പറഞ്ഞ സമയ. എന്താ ആ സമയത്തിന് പ്രത്യേകത? ശീലം വളരുന്നു. ഇപ്പം പല ആളുകള് ഇപ്പോഴാണൊക്കെ കണ്ടെത്തി ശീലം വളരും. നമ്മളന്നേ പറഞ്ഞു തമ്മീസ് വരുന്ന പ്രായമാണെന്നാ. ആ പ്രായത്തിനെ ഏറ്റെടുത്തൊരു കുട്ടിക്ക് ഗൈഡൻസ് കൊടുത്താൽ കഥയും കവിതയും പ്രഭാഷണവും ഇഫുലും ഒക്കെ കപ്പാസിറ്റി ഉള്ള ഒരു കുട്ടിയാ. ഇങ്ങനെ ഇവനെ കണ്ടെത്തി കൊടുക്കുകയാണെങ്കിൽ ഈ കുട്ടിക്ക് അവസാനം വരെ സപ്പോർട്ടീവ് ഉണ്ടാവും. ഇത് ആരാണോ ഇവനെ സഹായിച്ച ആ ആ നേതൃത്വത്തോടൊരു കടപ്പാട് ഈ കുട്ടി കാണിക്കും. നമ്മൾ ആ സമയത്ത് ഒരു പരിപാടി ഈ കുട്ടികൾക്ക് വേണ്ടി വെക്കൂല, ആകെ ഒരു മദ്രസ നടത്തും. അതന്നെ നടത്തുന്ന ശൈലി കണ്ടാൽ ആർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് തന്നെ സംശയമാകും. ആ രീതിയിൽ വെറും അതിനപ്പുറം കുട്ടിയുടെ ഭൗതിക വിദ്യാഭ്യാസത്തിന് ഒരു ഗൈഡൻസ് മഹലിന്റെ കീഴിലുണ്ടാവില്ല. ഞാൻ വിശദീകരിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് കടന്നു പോകുന്നു. ഇങ്ങനെ പരിഷ്കൃതമായി ഞാനിവിടെ പറഞ്ഞ ഒരു പദ്ധതി പോലും ഏതെങ്കിലും കേരളത്തിലെ മഹലിൽ നടപ്പിലാക്കി വിജയപ്രദമായ പദ്ധതി മാത്രമേ SMF മുന്നോട്ട് വെച്ചിട്ടുള്ളൂ. അതാ ഞാൻ അവിടെ പറയുന്നത്. ഇനി 2ാമത്തെ പ്രായം, ഇതിന്റെ കീഴിൽ വരുന്ന എല്ലാ പദ്ധതി നമുക്ക് ആലോചിക്കാം. ഇനി 2ാമത്തെ പ്രായം, നമ്മുടെ മഹലിന്റെ കീഴിൽ അടുത്തൊരു സമിതി വരണം, വിദ്യാർത്ഥി ക്ലബ്ബ്. പേരെന്തോട്ടോളുങ്ങൾ ഞാൻ പറയുന്ന പ്രായമാണ്. സ്കൂൾ 9 മുതൽ +2 വരെ പഠിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഉൾക്കൊള്ളുന്ന ഒരു കൗമാരപ്രായത്തിലെ കുട്ടികൾക്ക് മാത്രമായി നമ്മളൊരു ക്ലബ്ബ്, ഒരു കൂട്ടായ്മ ആലോചിക്കണം. എന്തുകൊണ്ടാ? എനിക്കിപ്പോ അനുഭവം വരെ ഈ ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഈ അവധിക്കാലത്ത് ഞങ്ങൾ 5 ക്യാമ്പ് നടത്തി, അവധിക്കാല ക്യാമ്പുകൾ. നമ്മളൊക്കെ കണ്ണ് നിറയുന്ന ഒരുപാട് അനുഭവങ്ങൾ കാണാൻ പറ്റി. പടച്ചോനെ, ഈ സമുദായത്തിലെ മക്കളൊക്കെ, ഈ പ്രായത്തിലെ മക്കൾ അനുഭവിക്കുന്ന വേദന കാണാൻ പറ്റി. 4 ദിവസം 200ഓളം കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളുടെ കരിയർ ക്യാമ്പ് നടന്നു. അതിനെ തുടർന്ന് 2 ആഴ്ച കാലം പെൺകുട്ടികൾ മാത്രം നിന്നുകൊണ്ടുള്ള അവധിക്കാല ക്യാമ്പ് ദാറുൽ നടന്നു. പിന്നെ 8 ദിവസമുള്ള ക്യാമ്പ് നടന്നു. ഇതിലൊക്കെ ഓരോ കുട്ടികൾ അവരെ ജീവിതത്തിലുണ്ടായ പ്രയാസങ്ങൾ പങ്കുവെക്കുമ്പോ അവരെ സഹായിക്കാൻ ഒരാൾ പോലില്ല. മഹല്ലിലെ പ്രധാനപ്പെട്ട കമ്മിറ്റിയുടെ ഉസ്താദുമാരൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ കുട്ടികൾ ചതിക്കുഴിയിൽപ്പെട്ടത് തിരിച്ചു കയറാൻ പറ്റാത്ത കെണിയിലകപ്പെട്ടിരിക്കുക ഈ മക്കളൊക്കെ. ആര് വഴി നടത്തും? ഈ പ്രായത്തിന്റെ പ്രത്യേകത അഡോളസൻസാ, കൗമാരപ്രായം ആരംഭിക്കുക. തിന്മകൾ ഒരുപാട് മനസ്സിലേക്ക് കടന്നു വരുന്ന പ്രായ. നമ്മളാകെ അവരെ ഉപയോഗിക്കുക കുറ്റപ്പെടുത്താൻ, വിമർശിക്കാനാ. അപ്പൊ ഈ മക്കൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ ആവശ്യമാണ് വിദ്യാഭ്യാസ ബോധം കൊടുക്കണം. ഈ മക്കളോട് ചോദിക്കൂ, നിങ്ങളെ ഈ പ്രായത്തിലുള്ള മക്കളോടൊക്കെ അവരോട് ചോദിച്ചാൽ വലിയ സ്വപ്നങ്ങൾ പറയും, കരിയർ ബോധം പറയും, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആകണം. അങ്ങനെ വലിയ സ്വപ്നങ്ങളുള്ള മക്കളെ ഒരു നേരിന്റെ വഴി പറഞ്ഞു കൊടുക്കാൻ ഒരു സംവിധാനം മഹല്ലിന് കീഴിൽ വരണം. അതാ ഈ അഡോളസൻസ് കുട്ടികൾക്ക് വേണ്ടി മാത്രമായി ഒരു ക്ലബ്ബ് എന്ന് പറഞ്ഞ ആശയത്തോട് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല, ഈ മക്കൾക്ക് പഠനത്തിൽ സഹായിക്കണം. ഒപ്പം തന്നെ അവധിക്കാലത്ത് ഇസ്ലാമിക ക്യാമ്പുകൾ സംഘടിപ്പിക്കണം. ഇത് വേറെ ഒന്നും കിട്ടൂല. ഈ മക്കൾ അധികവും മദ്രസ നിർത്തിയവരായിരിക്കും, പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും. ഇവനക്ക് നേരിന്റെ മാർഗം കാണിച്ചു കൊടുക്കുന്ന സംവിധാനം മഹല്ലിനിക്കൽ. മാത്രമല്ല, സ്കൂളുകളിൽ നിരവധി സ്കോളർഷിപ്പ്. ഇതിന്റെ സദസ്സിൽ തന്നെ +2 പഠിക്കുന്ന, +1 പഠിക്കുന്ന പെൺകുട്ടികളുടെ രക്ഷിതാക്കളുണ്ടാകും. എത്ര പേർക്ക് സ്കോളർഷിപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ വളരെ ചുരുങ്ങിയ എണ്ണായിരിക്കും. എന്നാലോ ഗവൺമെന്റ് ഏകദേശം ഈ 15ലധികം സ്കോളർഷിപ്പുകൾ ഈ പ്രായത്തിലെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ ഈ സ്കോളർഷിപ്പ് തന്നെ വാങ്ങുന്ന ആളുകളില്ല. സ്കോളർഷിപ്പ് വാങ്ങിയാൽ അത് ഒരു കുട്ടിയുടെ മെറിറ്റാണെന്ന തിരിച്ചറിവ് പോലും നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നു. ഇപ്പം അൽഹംദുലില്ലാ മലപ്പുറം ജില്ലയിലെ ധാരാളം മഹലിൽ ഇത്തരം ക്ലബ്ബുകൾ രൂപീകരിച്ചു. ആ മഹലിൽ വരുന്ന ഈ പ്രായത്തിലെ കുട്ടികൾക്ക് മുഴുവൻ ഗവൺമെന്റ് സ്കോളർഷിപ്പ് വാങ്ങിക്കൊടുത്തു, ആവശ്യമായ ഗൈഡൻസ് കൊടുത്തു, കരിയർ ഗൈഡൻസ് നൽകുന്നു. വെക്കേഷനിൽ SMFന്റെ കീഴിൽ തന്നെ ഒരുപാട് അഡോളസൻസ് മാനേജ്മെന്റ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. അങ്ങനെയൊക്കെ സംഘടിപ്പിച്ചു വരുന്നു. അൽഹംദുലില്ലാ നമ്മളെ നാട്ടിലും തുടങ്ങണം. അതാ ഞാൻ പറഞ്ഞത്, ഈ പ്രായത്തിനെ മാത്രം പരിഗണിച്ചുകൊണ്ട്. ഇനി അടുത്തതൊന്ന് യുവാക്കളെ, യൂത്ത് വിങ് എന്നാ. അഥവാ യുവാക്കൾ എന്ന് പറഞ്ഞാൽ അഡോളസൻസിന് മുകളിലുള്ള +2 കഴിഞ്ഞ എല്ലാ ആൺകുട്ടികളും ഉൾക്കൊള്ളുന്ന ക്ലബ്ബ് യൂത്ത് വിങ് എന്നോ, ഇനി യുവാക്കൾക്ക് ദഅവാ സമിതി എന്നോ
പേരെന്തും ഇടാം. ഈ പ്രായത്തിൽ ആളുകളെ പരിഗണിക്കണം. ആലോചിച്ച് നോക്കി, നമ്മളെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളായിട്ട് നമ്മൾ പറയാറുള്ളത്, നമ്മളെ മുഴുവൻ പ്രസംഗത്തിന്റെ വിഷയം എടുത്തു നോക്കിയാൽ വഴിതെറ്റുന്ന യുവാക്കൾ അതിലെ ഇതിലെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിഷയങ്ങൾ ഇട്ടുകൊണ്ട് യുവാക്കളെ കുറ്റപ്പെടുത്താൻ മാത്രം നമ്മൾ സമയം കാണുമ്പോൾ ഈ യുവാക്കളെ ശരിക്ക് പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുന്ന മഹല്ലുകളിൽ വളരെ വിജയകരമായ പദ്ധതികൾ കാണാൻ പറ്റും. എനിക്ക് എന്റെ മഹല്ല് തന്നെ പറയാൻ പറ്റും. കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിനടുത്തുള്ള കൈതക്കാട് എന്ന മഹല്ലിൽ SMF-ന്റെ അല്ലെങ്കിൽ ദാറുൽ ഹുദയുടെ ഒരു പ്രവർത്തകനായി പോയിട്ട് ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടപ്പോ അവിടെ വിജയകരമായി പദ്ധതി നടപ്പിലാക്കിയത് ആ നാട്ടിലെ യുവാക്കൾക്ക് മാത്രമായി സമിതി ഉണ്ടാക്കി. മഹല്ല് കമ്മിറ്റി അങ്ങനെ തന്നെ, അധികാരം മുഴുവൻ മഹല്ല് കമ്മിറ്റിയുടെ കീഴിൽ. അതിന് കീഴിൽ നാട്ടിലെ പൊതുപ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ യുവാക്കൾക്ക് അവസരം കൊടുത്തു. എന്തുകൊണ്ടാ? യുവാക്കളുടെ ഏറ്റവും വലിയ സൈക്കോളജിക്കൽ നീഡ് നോക്കിയാൽ അട്രാക്ഷൻ സീക്കിംഗ് പേഴ്സണാലിറ്റിയാ. ആളുകളുടെ പൊതുശ്രദ്ധ കിട്ടണമെന്ന ചിന്തയിൽ നടക്കുന്ന യുവാക്കളെ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ ചില പദ്ധതികൾ മഹല്ലിന് കീഴിൽ ആലോചിച്ചു. ഒന്നാമതായിട്ട് യുവാക്കൾക്ക് മാത്രം സമിതി ഉണ്ടാക്കി. അങ്ങനെ അവർക്കൊക്കെ ചെറിയ ചെറിയ ഡ്യൂട്ടികൾ കൊടുത്തു. ചില ആളുകൾക്ക് മയ്യത്ത് പരിപാലന വിങ് ഉണ്ടാക്കി കൊടുത്തു. ചില ആളുകൾക്ക് ഇതൊക്കെ പറയുമ്പോൾ പല മഹല്ലിലെ അനുഭവം പറയാൻ പറ്റും. മരിച്ചാല് കുളിപ്പിക്കാൻ ആളില്ലാതെ ഇടങ്ങേറാവുന്നു. കബറ് കുഴിക്കാൻ കുഴിക്കുന്ന കുയ്യൻ, എന്താ ഇവിടെ പറയാ, കുയ്യൻ തന്നെയല്ലേ ആണോ? പാലക്കാട് ജില്ലയിൽ ഒരു സ്ഥലത്ത് പോയി ചോദിച്ചു പറയും കബറാളി എന്നാ പറയാന്ന്. നമ്മളെ നാട്ടിൽ ആരാ കബറാളി? ആരാ? മരിച്ചെടുക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ആരാ കബറ് ചോദിച്ചപ്പോ കബറാളിയാന്ന് പറയാം. പിന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അതാ നാട്ടിലെ പ്രയോഗ. അപ്പൊ ഞാൻ പറയുന്നത് കബറ് കുഴിക്കുന്ന ആളുകളില്ല. അങ്ങനെ എന്റെ സ്വന്തം അനുഭവത്തിലെ കഥ ഒക്കെ പറയാൻ പറ്റൂ. എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മരിച്ചപ്പോ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണം. അപ്പൊ എന്താ ചമ്മയെ ചോദിച്ചപ്പോ കുഴിക്കാൻ ആളില്ലത്രേ. ഇങ്ങനെയൊക്കെ അനുഭവപ്പെടുമ്പോൾ നമ്മളെ യുവാക്കൾക്ക് ഈ പണി ഏൽപ്പിച്ചാൽ ഭംഗിയാകുമെന്ന് എന്റെ മഹല്ല് പറയുന്നു. ഞങ്ങളെ മഹല്ലിൽ ഒരു ആള് മരിച്ചാൽ അവിടെ ആദ്യം ഓടിയെത്ത യൂത്ത് വിങ്ങിലെ പ്രവർത്തകരാണ്. മയ്യത്ത് പരിപാലന സമിതി എന്ന പേരിൽ മഹല്ലിൽ എല്ലാ യുവാക്കളും ഉണ്ട്. അവര് വരുന്നു, മയ്യത്തിനെ കുളിപ്പിക്കണോ, ടെന്റ് കെട്ടാൻ ആവശ്യമായ പദ്ധതി ഒരുക്കി കൊടുക്കുന്നു, കുളിപ്പിക്കുന്നു, കഫൻ ചെയ്യുന്നു. അതിനുശേഷം മയ്യത്തിന്റെ അളവൊക്കെ എടുത്ത് പോയി കബറ് കുഴിക്കുന്നു. നമസ്കാരം കഴിഞ്ഞ് ഈ മയ്യത്തിന് കബറടക്കണ പണി വരെ ഈ ചെറുപ്പക്കാര് മനോഹരമായി ചെയ്യും, 5 പൈസ പോലും വാങ്ങാതെ. ഇതുകൊണ്ട് എന്താ ചെറുപ്പക്കാർക്കിടയിൽ വളരെ സ്നേഹബന്ധം കൂടും. കാരണം ദുഃഖ സമയത്ത് സഹായിച്ചാൽ. അതുകൊണ്ടാ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ പുണ്യം പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്നെന്താ? രോഗിയെ സന്ദർശിക്കുക, അല്ലേ? രോഗിയെ സന്ദർശിക്കുന്നവർക്കുള്ള പുണ്യം പറഞ്ഞതോ, ഇന്ന് രാവിലെ ഒരു രോഗിയെ, നമ്മളെ ഉസ്മാൻ ഉദവി പോയിട്ട് ഒരു രോഗിയെ രാവിലെ സന്ദർശിച്ചാൽ ഇന്ന് രാവിലെ തൊട്ട് മഗ്രിബ് വരെയുള്ള സമയം മുഴുക്കെ ഉസ്മാൻ ഉദവിക്ക് ഖൈറിന് വേണ്ടി റഹ്മത്തിന്റെ മാലാഖമാര് പ്രാർത്ഥിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അത് കഴിഞ്ഞ് മഗ്രിബിന് ശേഷം മൂപ്പര് വേറെ രോഗിനെയും പോയി കണ്ട്, എന്നാ പിറ്റേന്ന് പുലർച്ചെ വരെ റഹ്മത്തിന്റെ മാലാഖമാരിരുന്ന് പ്രാർത്ഥിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊരു കാരുണ്യ, അല്ലെ എത്ര വലിയ പുണ്യ പഠിപ്പിച്ചത്. പോരാ, ഇനി മരിച്ച വീട്ടിൽ സിയാറ ചെയ്യാ, തഅസിയത്ത് വെച്ചു, ദുഃഖിച്ചിരിക്കുന്ന കുടുംബത്തിൽ 3 ദിവസത്തിനുള്ളിൽ പോയി സന്ദർശിക്കുക. അത് സുന്നത്താക്കി. എന്താ കാരണം? ദുഃഖമുള്ള സമയത്ത് സന്ദർശിക്കാൻ പോയാൽ ആ മനുഷ്യരോട് വല്ലാത്ത സ്നേഹം തോന്നും. അത് എനിക്കൊക്കെ അനുഭവമാണ്. എന്റെ ഉപ്പ ഡയാലിസിസ് പേഷ്യന്റ് ആയിട്ട് 2.5 വർഷക്കാലം വീട്ടിൽ രോഗിയായി കിടന്നതാ. ആ സമയത്ത് ഉപ്പ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച സമയം ഞാൻ കണ്ടത്, ഉപ്പയുടെ പഴയ സുഹൃത്തുക്കൾ ആരെങ്കിലൊക്കെ ഒന്ന് കാണാൻ അടുത്തേക്ക് വന്ന ഉപ്പയുടെ കണ്ണിൽ ഇങ്ങനെ വെള്ളമൊലിക്ക്, സംസാരിക്കാനൊന്നും പറ്റൂല. അതൊരു സന്തോഷത്തിന്റെ കണ്ണീരാണ്. പിന്നെ കഴിഞ്ഞാൽ ഞങ്ങളോട് കുറേ സംസാരിക്കും അതുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോ രോഗിക്ക് മനസ്സേറ്റവും സമാധാനം കിട്ടുന്നു. അതേപോലെയാണ് മരിച്ച കുടുംബത്തിൽ വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മനോഭാവം യുവാക്കളിൽ വന്നാലേ അവർക്കിടയിൽ വലിയ സ്നേഹബന്ധവും. അതെന്റെ നാട്ടിൽ എനിക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. നമ്മളെ നാട്ടിലെ യുവാക്കൾ ഈ ഒരു രീതിയിലേക്ക് വളരണം. അവർക്ക് മയ്യത്ത് പരിപാലന ക്ലാസ് കൊടുക്കണം, ഇതിന്റെ സംസ്കരണ രീതി പഠിപ്പിച്ചു കൊടുക്കണം. ഇതിന് നമ്മളെ നാട്ടിൽ ഈ യൂത്ത് വിങ് സജീവമാകണം. പോരാ, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ നമ്മൾ ധാരാളം പ്രശ്നങ്ങൾ പറയാറുണ്ട്. പോലീസിന്റെ അതിക്രമം, നാദാപുരത്തെ തൂണേരിയിലെ കലാപം കഴിഞ്ഞ് ഒരു വീട്ടിലേക്ക് കയറി ചെന്നപ്പോ ഒരു ഉദവി സുഹൃത്ത് കയറി ചെന്ന് 2ാമത്തെ വീട്ടിൽ പോകാനേ അവന് തയ്യാറാകണില്ല. സങ്കടം കൊണ്ട് പൊട്ടിക്കരയുന്ന ഉമ്മമാരെ കണ്ടിട്ട് അവര് പറയാ, കഴുത്തിൽ മൂർച്ചയുള്ള കഠാര വെച്ചിട്ട് സ്വർണം ചോദിക്കപ്പോ ഈ കാബാലികരായ ശത്രുക്കൾ വന്ന് സ്വർണം ചോദിക്കുമ്പോ നിലവിളിച്ചുകൊണ്ട് തൊട്ടപ്പുറം ജനലിനപ്പുറം നിൽക്കുന്ന പോലീസിനെ വിളിക്കുക. പോലീസെ, നിലവിളിക്കുമ്പോ പോലീസ് മുഖത്ത് നോക്കി നിൽക്കുന്ന പോലീസ് മുഖം തിരിഞ്ഞ് കളക്കണ രംഗം പറഞ്ഞിട്ട് അവർ പൊട്ടിക്കരഞ്ഞത് കണ്ടപ്പോ ഓരോ വീട്ടിലെ സ്ത്രീയും പറയുന്ന രംഗം ഇവിടെയുള്ള പോലീസുകാര് കൃത്യമായും ഇതിനൊരു മൗന അനുവാദം കൊടുത്ത പോലെയായിരുന്നു. അവരെ നിഷ്ക്രിയരായി നിന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ തകർന്നത്. അപ്പൊ നമ്മൾ പറയണേ, പോലീസിൽ മുസ്ലിങ്ങളുടെ സൈന്യം കൂട്ടണമെന്ന്.
സൈന്യം കൂട്ടണമെന്ന് സമസ്ത ആവശ്യപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, സൈന്യം കൂട്ടണമെന്ന് പറഞ്ഞാൽ ആരാണ് പോലീസ് സേനയിലേക്ക് മുസ്ലിം പ്രാതിനിധ്യം കൊണ്ടുപോകേണ്ടത്? അതിനെ സമുദായത്തെ പ്രാപ്തമാക്കേണ്ട ചുമതല ആരാ? എനിക്കുറപ്പുണ്ട് അതിന് പറ്റാവുന്ന ഒരൊറ്റ ശക്തി കേരളത്തിൽ ഓരോ പ്രദേശത്തിലും അള്ളാഹു തന്ന ഏറ്റവും വലിയ ശക്തിയാണ് മഹല്ല് ജമാഅത്ത്. ഈ ശക്തി നമ്മൾ ഉപയോഗപ്പെടുത്തണം. PSC കോച്ചിങ് വിങ്ങൾ മഹല്ലിന് കീഴിൽ തന്നെ വരണം. ഇത് പറയുമ്പോൾ ആലുവയിലെ മഹല്ല് എനിക്ക് ഓർമ്മ വരാം. ആലുവക്കടുത്തുള്ള ഒരു മഹല്ലില് 2 ചെറുപ്പക്കാരെ ഏറ്റെടുത്തിട്ട് മഹല്ലിന് കീഴിൽ സംവിധാനം കൊണ്ടുവന്നു. മാഷാ അല്ലാഹ്, ഇന്ന് ആ നാട്ടിലെ ഏറ്റവും മനോഹരമായ രീതിയിൽ 2 ചെറുപ്പക്കാർ മുന്നിട്ട് വന്നപ്പോ ഇന്ന് ആ മഹല്ലിലെ എല്ലാ വീട്ടിലും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ ആളുണ്ട്. ഇത് പറയുമ്പോൾ മാവൂരിലെ 300 എന്ന് പറയുന്ന മഹല്ലിൽ പോയി. അവിടെ ചെന്നപ്പം പരിചയപ്പെടാൻ വന്ന സെക്രട്ടറി ജോലി ചോദിച്ചപ്പോൾ സ്കൂൾ മാഷാണെന്ന് പറഞ്ഞു. പ്രസിഡന്റ് ജോലി ചോദിച്ചപ്പോൾ സ്കൂൾ മാഷാന്ന് പറഞ്ഞു. ജോയിന്റ് സെക്രട്ടറി പരിചയപ്പെട്ടപ്പോൾ സ്കൂൾ മാഷാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ സ്കൂൾ മാഷുമാരുണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, അതൊന്നല്ല ഉസ്താദെ, ഈ നാട്ടില് ഒരു ജീവിച്ചൊരു ആരാ നിങ്ങളെ നാട്ടിൽ? ഞങ്ങളെ നാട്ടിൽ 50-ലധികം സ്കൂൾ അധ്യാപകരുണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു. ചെറിയ 280 വീടുള്ള ഒരു മഹല്ല. ഞാൻ ചോദിച്ചു, നിങ്ങളെ നാട്ടിൽ ഈ നവോത്ഥാനത്തിന് പിന്നിൽ ആരാന്ന് ചോദിച്ചപ്പോ എന്റെ കൈ പിടിച്ചുകൊണ്ട് അവിടുത്തെ ഉസ്താദ് കൊണ്ടുപോയി അങ്ങനെ തൊട്ടടുത്തുള്ള പള്ളിക്കാട്ടിൽ ഒരു ഖബർ ജനലിൽ തുറന്ന് കാണിച്ചു തന്നു. ഒരല്പം ബഹുമാനത്തോടെ അവർ സൂക്ഷിക്കുന്ന ഒരു ഖബർ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യനാണെന്ന്. കാരണം ഞാൻ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അവര് പറയാണ്, ഈ മനുഷ്യന് ഞങ്ങളെ നാട്ടുകാരനല്ല, അദ്ദേഹം എടവണ്ണപ്പാറ സ്വദേശിയായ ഒരു ഉസ്താദാണ്. അദ്ദേഹം ഞങ്ങളെ നാട്ടിൽ വന്നു. ഇവിടെ വന്ന് പള്ളി ദർസ് നടത്തി. ദർസ് നടത്തുമ്പോൾ രാത്രിയിലെ നാട്ടുവിദ്യാർത്ഥികൾ ദർസിൽ പങ്കെടുക്കും. ആ വിദ്യാർത്ഥികൾ അവിടെ വന്നിട്ട് മനോഹരമായ രീതിയിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചു. അവർക്ക് ഞാൻ ഭൗതിക മതപഠനം പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ കൂടെ ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം ബോധിപ്പിച്ചു. അങ്ങനെ അയാൾക്കറിയാവുന്ന രീതിയിൽ അയാൾ സ്കൂൾ വിദ്യാഭ്യാസവും മാഷാകണമെന്ന ബോധനം കൊടുത്തു. ഇതിൽ പ്രേരിതരായിട്ടാണ് 50-ലധികം സ്കൂൾ അധ്യാപകർ വന്നത്. ഈ മാറ്റത്തിന് പിന്നിൽ ഒരൊറ്റ ഉസ്താദായിരുന്നുവെങ്കിൽ നമ്മുടെ മഹല്ലുകാർ തീരുമാനിച്ചാൽ മാറ്റം സാധ്യമാകും. അതേപോലെ തന്നെ സാമൂഹിക ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളുണ്ട്. ഇതൊക്കെ നടപ്പിലാക്കാൻ ആരാ ഉള്ളത്? വയസ്സ് ചെന്ന നമ്മുടെ മഹല്ലിലെ ആളുകൾ വിചാരിച്ചാൽ നടക്കൂല. അപ്പൊ അതിനെ ഏറ്റെടുക്കാൻ പറ്റാവുന്ന യുവാക്കൾ സമിതിയിലേക്ക് കടന്നു വരണം. നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് വരണം. അങ്ങനെയുള്ള സമിതികളൊക്കെ നമ്മളെ ഇതിൽ നിന്ന് വരണം. അതേപോലെ ധാർമ്മിക സമിതി, കുടുംബങ്ങളൊക്കെ തകരാ. കഴിഞ്ഞൊരു മാസത്തിൽ UAE പ്രവാസി കുടുംബത്തിൽ 8 കുടുംബങ്ങളാ തൊലാക്ക് ചൊല്ലി കുടുംബം തകർന്ന കഥ കേൾക്കുന്നത്. IMAയുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ കണക്ക് വന്ന് നമ്മൾ ഞെട്ടിപ്പോയി. 2013-ൽ 2012-ൽ 42,000 കുടുംബങ്ങൾ തകർന്നെന്ന് പറഞ്ഞു. 2013 ആയപ്പോ അത് 60,000-ന് മുകളിൽ കുടുംബങ്ങൾ ഡൈവോഴ്സിലേക്ക് തകർന്നു. നമുക്ക് കേട്ട് നമ്മളെ കൗമ അതിൽ ഏറ്റവും മുന്നിൽ. കാസർഗോഡ് ജോലി ചെയ്യുന്ന ജില്ലാ കുടുംബ കോടതിയിൽ ജോലി ചെയ്യുന്ന വക്കീൽ ഷുക്കൂർ എന്ന് പറയുന്ന വക്കീലിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയാം, ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ മുന്നിൽ വരുന്ന പുറത്തുകിട്ട ഉമ്മമാരാണെന്ന്. നിങ്ങൾ ആലോചിച്ചേക്ക്, സമുദായം എത്ര ഛിന്ന ഭിന്നഭാഗം പോകുന്നു. ഇവിടെ മഹല്ല് നേതൃത്വം പറയാം, അങ്ങനെ നമുക്ക് ഇടപെടാൻ പറ്റില്ല, ഞങ്ങളൊരു മസല കമ്മിറ്റിയൊക്കെ വെച്ചിട്ട് അതാ നടന്നു പോകും. അല്ല, കല്യാണത്തിന് മുമ്പ് കൺസെപ്റ്റ് വിവാഹം പ്രീ മാരിറ്റൽ നമ്മൾ പഠിപ്പിക്കണം. ഇതാ ഇന്ന് SMF ജില്ലാ കമ്മിറ്റി സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു നവജാഗരണം തന്നെ തുടങ്ങി. എല്ലാ മഹല്ലുകളോടും ചെയ്യാൻ ആവശ്യപ്പെട്ടു. പ്രീ മാരിറ്റൽ വിവാഹം കഴിഞ്ഞവരോടും അവർക്ക് കുടുംബജീവിതം പഠിപ്പിക്കണം. കുട്ടികളെ പഠിപ്പിക്കുന്ന പാരന്റിംഗ് വർക്ക്ഷോപ്പ്, ഇങ്ങനെയൊക്കെ സമിതികൾ നാട്ടിൽ നടക്കണം. അതിനുവേണ്ടി സ്ത്രീകളെ ഭാഗത്തുനിന്ന് പ്രത്യേക ശ്രദ്ധ നടക്കണം. ഈ രീതിയിൽ പ്രവർത്തനങ്ങളൊക്കെ ആസൂത്രണം ചെയ്യണം. എന്റെ സമയം എനിക്ക് പേടിയുള്ളത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കാതെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ എന്റെ വിഷയം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട് ഞാൻ സൂചിപ്പിച്ചത്, കേവലം ചടങ്ങുകളായി തീരുന്ന പ്രവർത്തനങ്ങൾക്കപ്പുറം ഇങ്ങനെ നാട്ടിന്റെ പൾസറിയുന്ന എല്ലാ വിഭാഗത്തിനും, ചെറിയ മക്കൾക്ക്, യുവാക്കൾക്ക്, സ്ത്രീകൾക്കൊക്കെ മാത്രമായി തന്നെ സ്ത്രീകൾക്ക് പരിശീലന ക്ലാസുകൾ നാട്ടിൽ നടക്കണം. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലന ക്ലാസുകൾ വരണം മഹല്ലിന്റെ കീഴിൽ. ഇങ്ങനെയൊക്കെ വരുമ്പോ എല്ലാ വിഷയങ്ങൾക്കും ഒരു പരിഹാര കേന്ദ്രമായി മഹല്ല് മാറുന്നിടത്ത ഇതിനൊരു പരിഹാരം ഉണ്ടാകുള്ളൂ. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കാലത്തിലേക്ക് മടക്കം വരണം. അവിടെ എങ്ങനെയായിരുന്നു? ജുഹൈന ഗോത്രത്തിലൊരു പെണ്ണ് സിനയുണ്ടായി, ഗർഭം ചുമന്നു. അവർ ഓടി വന്നത് മദീനയിലെ പള്ളിയിലേക്ക്. അവിടുത്തെ ഇമാം മുഹമ്മദ് മുസ്തഫ തങ്ങൾ അവർ പരിഹാരം കൊടുത്തു. സാമൂഹിക
പ്രശ്നങ്ങൾക്ക് പരിഹാരം. ആ സഹാബ കിറാമിന് വല്ല കച്ചവട സംബന്ധമായ തർക്കം വരുമ്പോൾ അവർ ഓടി വന്നത് മദീനയിലെ പള്ളിയിലേക്ക്. അവിടുത്തെ ഇമാം മുഹമ്മദ് മുസ്തഫ പരിഹാരം കൊടുത്തു. അതുപോലെ തന്നെ അവരുടെ ഈ ഖന്തക്ക് യുദ്ധം വരാ അവർ ഓടി വന്നത് മദീനയിലെ പള്ളിയിലേക്ക്. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധകാര്യങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചത് പള്ളിയിൽ നിന്നായിരുന്നു. അങ്ങനെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, നവോത്ഥാന പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരം പള്ളിയായിരുന്നു. അതുകൊണ്ട് ആ പഴയ കാലത്ത് പറയാറുണ്ടേനി പോയി പള്ളി പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഇന്ന് അത് പറഞ്ഞാൽ അർത്ഥം എന്താ? നടക്കാത്ത പണിക്കാ പറഞ്ഞത് നമ്മളൊക്കെ നേതൃത്വത്തിൽ എത്തിക്കൊണ്ടിട്ടാവും. പഴയ കാലത്ത് ഒരു പക്ഷേ ഈ പ്രയോഗം വന്നത് ഇങ്ങനെയാണോ നമ്മൾ ആലോചിക്കുക. പോയി പള്ളി പറഞ്ഞാൽ പരിഹാരം കിട്ടിയിരുന്നു. സയ്യിദുനാ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മൗലദ്ദബീല ബ്രിട്ടീഷുകാരന്റെ തീത്തുപ്പുന്ന തുപ്പാക്കികൾക്ക് മുമ്പിൽ ഹൃദയം വിരുമാറ് കാണിച്ചു കൊടുക്കാൻ മാപ്പിള മക്കളെ പ്രേരിപ്പിച്ച, ആ മനസ്സുണ്ടാക്കി കൊടുത്ത മഹാനായ മമ്പുറം തങ്ങള് തിരൂരങ്ങാടിയിലെ പള്ളിയുടെ മിഹ്റാബിന് സമീപം നിന്നിട്ടായിരുന്നു ബ്രിട്ടീഷുകാർക്കത് യുദ്ധം ചെയ്യാനുള്ള രാഷ്ട്രീയ പ്രഭാഷണം നിർവഹിച്ചതെങ്കിൽ രാഷ്ട്രീയവും മതവും മുസൽമാന്റെ സർവവും തീരുമാനിക്കുന്ന കേന്ദ്രം മഹല്ലുകളാവണം. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോഴേ മഹല്ല് പ്രവർത്തനം സജീവമാകുകയുള്ളൂ. ഇതൊന്നും ഇന്റെ ഉത്തരവാദിത്താണോ? ഞാനിങ്ങനെയൊക്കെ ചെയ്യണോ? ഞാൻ ഒറ്റക്കൊക്കെ നന്നായി പോയാൽ മതി, എത്ര ചെയ്താലും നാടൊക്കെ കേടാണ്, ആ കാലം വളരെ പഴച്ചു, അതുകൊണ്ട് ഞാൻ ചെയ്താലൊന്നും വലിയ മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിന്മാറാൻ നിന്നാൽ അള്ളാഹു വിടൂല. പുണ്യ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ അവർ പറയാ, ചില ആളുകളൊക്കെ ഉണ്ട് ഓല് സ്വന്തം നന്നായിട്ട് ഇങ്ങനെ പോകും. അപ്പൊ അള്ളാഹു നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന സ്വഭാവം ഒരു നാട്ടിൽ നിന്ന് ഇല്ലാതെയായാൽ അള്ളാഹു ആ നാടിനെ അദാബടക്കാൻ തീരുമാനിക്കും. അങ്ങനെ ഇപ്പൊ കുറ്റാളൂർ മഹല്ലിനെ അദാബടക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹു അങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി മാലാഖമാരെ മലക്കുകളെ പറഞ്ഞേക്കുന്ന. അപ്പൊ മലക്കുകളെ ചെന്നപ്പോൾ അവിടെ നല്ലൊരു ഹാജര് എല്ലാ വക്തും നിസ്കരിക്കണേ. അപ്പൊ മലക്ക് അവിടെ വന്നപ്പോ കാണുന്നത് എന്താ? ഈ നല്ല മനുഷ്യന്മാരിങ്ങനെ അവളുടെ ഒരു നാട് ഇങ്ങനെ നശിക്കാൻ അള്ളാഹു കൽപ്പിച്ച് എന്താ പത് തിരിച്ച് നശിപ്പിക്കാതെ വരുന്ന ഫറാഫീഹി ബൈത്ത സ്വാലിഹി. ആ നാട് നശിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോ ആ മലക്ക് തിരിച്ച് ഫറഹാഫീഹി ബൈത്ത സ്വാലിഹി, ആ മഹല്ലിൽ നല്ല സ്വാലിഹായ മനുഷ്യന്റെ വീടൊക്കെ കാണുന്നുണ്ട്. പറച്ചോനെ, ഇത്ര നല്ല മനുഷ്യനുള്ള നാടെങ്ങനെ ഞാൻ നശിപ്പിക്കാം? റബ്ബിഹി, ആ മലക്ക് അള്ളാഹുവിലേക്ക് മടങ്ങി വന്നിട്ട് പറയും, അള്ളാഹുവെ ഞാൻ എങ്ങനെ ആ ഗ്രാമത്തെ ഞാൻ എങ്ങനെ നശിപ്പിക്കും? അതിൽ ഇത്ര നല്ല മുത്തക്കിയായ മനുഷ്യനുണ്ടല്ലോ എന്ന്. അപ്പൊ അള്ളാഹു പറയുന്ന മറുപടി ഉണ്ട്, എന്നാൽ ആദ്യം ആ മനുഷ്യനെ പിടിച്ചാൽ നീ നശിപ്പിക്കേണ്ടത്. അതെന്താ? ഇത്ര നല്ല മനുഷ്യനായിട്ട് അയാൾ ഉത്തരവാദിത്വം നിർവഹിക്കാതെ മൗനമായി സ്വയം നന്നായിട്ട് ഇങ്ങനെ പോയാൽ പറ്റൂല. കാലഘട്ടത്തിനനുസൃതമായ പുതിയ നവോത്ഥാനങ്ങൾ കൊണ്ടുവന്ന് മഹല്ല് പ്രസിഡന്റ്, സെക്രട്ടറി, മെമ്പർമാരൊക്കെ ആയവര് ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നാട് നന്നാക്കാൻ ഇറങ്ങിയിട്ടില്ലെങ്കിലും അള്ളാഹുവിന്റെ ശിക്ഷ നമുക്കും വരുമെന്ന് ഈ പുണ്യ നബിയുടെ മുത്തു ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ഉത്തരവാദിത്തത്തെപ്പറ്റി ഒരു പുനരാലോചനയ്ക്ക് തയ്യാറാകാം. ഈ ആലോചനയ്ക്ക് നിങ്ങൾക്ക് ശക്തിപ്പെടാൻ ഏക മാർഗമായിട്ട് കാണാൻ പറ്റുക നമ്മളൊരു സംവിധാനത്തിന്റെ ഭാഗമാവും. അതിനാ സുന്നി മഹല്ല് ഫെഡറേഷൻ കമ്മിറ്റി വന്നത്. ഇവിടെ എത്ര മഹല്ല് ഭാരവാഹികളുണ്ട്? ഇതിൽ എത്ര പേര് SMF രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? രജിസ്റ്റർ തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ സംവിധാനത്തിന് നിർദ്ദേശങ്ങൾ കിട്ടൂല. റഷീദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇടക്കിടക്ക് നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് രജിസ്റ്റേർഡ് ആയ മഹല്ലുകൾക്ക്. അപ്പോൾ വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ടത് ഈ സംവിധാനങ്ങൾ മുഴുവൻ ഇപ്പൊ നിങ്ങൾ പ്രീമാരിറ്റിൽ ആവശ്യപ്പെടാം, നിങ്ങൾക്ക് ലഭ്യമാവൂല. കിട്ടണമെങ്കിൽ രജിസ്റ്റേർഡ് SMFന്റെ രജിസ്ട്രേഷൻ ലഭ്യമാകണം. അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവരോരോ കൈപ്പുസ്തകം നൽകുന്നുണ്ട്. മുഴുവൻ സ്കോളർഷിപ്പിന്റെ വിവരങ്ങൾ എല്ലാം നൽകുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ലഭ്യമാകണമെങ്കിൽ ഇവിടെ 10-20ഓളം മഹല്ല് ഭാരവാഹികളെ വിളിച്ച് സംഗമത്തിൽ ആവശ്യപ്പെടാനുള്ളത്. നിങ്ങൾ എല്ലാവരും എത്ര പേര് ചെയ്തിട്ടുണ്ട് എനിക്കറിയില്ല. ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടത് സുന്നി മഹല്ല് ഫെഡറേഷന്റെ മലപ്പുറം സ്റ്റേറ്റ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ. അതിന് ബന്ധപ്പെടാൻ സൗകര്യമാണ്. ഒരു ഫോൺ കോൾ ചെയ്താൽ മതി. ദാർഹുദയുടെ ഓഫീസിൽ നിങ്ങൾക്ക് അതിനുള്ള അപേക്ഷാ ഫോം ലഭ്യമാവും. വളരെ വ്യവസ്ഥാപിതമായ പദ്ധതികളൊക്കെ നടക്കുന്നുണ്ട്. സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളും നമ്മുടെ വന്യരായ കുഞ്ഞാപ്പാജിയൊക്കെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റിയും അത് സ്റ്റേറ്റ് ലെവലിൽ തന്നെ സജീവമായിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു ഈ പ്രവർത്തനങ്ങളൊക്കെ പൂർണ്ണാർത്ഥത്തിൽ വിജയകരമാക്കി തരുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ സമയം അവസാനിച്ചത് കൊണ്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.